ഇത് ഒരു തെളിവാണ് ഇത്. അതായത് ഒന്നിൽ ബുഖാരിയിലുണ്ടോ ഇമാം തുർമിദിയിലുണ്ടോ ഒക്കെ തിരക്കിടില്ല. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോ ഒരു ഉദാഹരണം, നിങ്ങൾ ഉമ്മർക്കാട് ഉത്തരം പറഞ്ഞോളൂ. ഉമ്മർക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യണം. ഉമ്മർക്കപ്പോൾ ഈ വാദക്കാരൻ ഇപ്പൊ ഇവർ പറഞ്ഞ ന്യായക്കാരാണ് ഉമ്മർക്ക അല്ലെ. ഉമ്മർക്കാക്ക് വേണ്ടിയിട്ടാണ്, ഉമ്മർക്കില്ലപ്പോ ഞങ്ങളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഇത്. ഉമ്മർക്ക ഇവരിപ്പോ ഈ പറഞ്ഞ ന്യായത്തിന്റെ ആൾക്കാർ എന്ത് ഈ തറാവീന്റെ വിഷയത്തിൽ ഇപ്പൊ ഇവർ പറഞ്ഞ വിഷയത്തിലാണ് ഒന്നുകൂടി പറയാം. തറാവീഹ് അത് റമദാനിൽ ജമാഅത്തായിട്ട് അവർ നമസ്കരിക്കുന്നു. റമദാനിൽ അല്ലാത്തപ്പോഴും ഈ നമസ്കാരം ഉണ്ട്. അവർ വാദമാണ്, ഞാൻ പറയുന്നില്ല. എനിക്ക് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും. റമദാനിൽ അല്ലാത്തപ്പോഴും ആ നമസ്കാരം ഉണ്ട്. പക്ഷെ അതിന്റെ പേര് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ്, ഒറ്റയിൽ അവസാനിക്കുമ്പോൾ വിത്ര, അങ്ങനെ പേരുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഈ 11 അധികരിപ്പിക്കാറില്ല എന്നുള്ള. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവർ പറഞ്ഞ വാദം. അതാണ് ഉമ്മർക്ക് ചെയ്യുന്നതും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാണ്ട് ഇവർ അവിടെ മുന്നേ ഇവിടെ മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കൊന്നും ഇത് നമ്മൾക്കും ഒരുപാട് നമുക്ക് റസൂലുണ്ട്, നമുക്ക് ഹദീസുകളുണ്ട്, ഖുർആനുണ്ട്. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക അല്ലെ, സുന്നി വേഴ്സിലേക്കും മുജാഹിദിന്റെ അൽമനാറിലേക്കും മടങ്ങുക എന്നല്ല പറഞ്ഞത്. അപ്പൊ അതിനെ അടിസ്ഥാനത്തിലോ സംസാരിക്കും രണ്ടു നിങ്ങൾ പറഞ്ഞത് ഇവര് പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ഇവിടെ വന്നത് എന്തിനാറിയോ? ഇവര് മുജാഹിദ് പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ച് വന്നതാ. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്താണ് ഞാൻ ഈ പറയുന്നത്. ഇവര് ഇവിടെ എന്തെങ്കിലും പറയുമെന്നല്ല, ഇവരിവിടെ പറഞ്ഞ എന്തായിരിക്കും? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞു ഖുർആനിലും ഹദീസിലും അതൊക്കെ ചർച്ചയാണ്. സുഹൃത്തെ, ഈ ഖുർആനിലും ഹദീസിലും ഒക്കെ ഉള്ളതെന്ന് എന്താന്ന് നോക്കാനുള്ള വിവരം നമുക്കുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, കുറെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെന്താണ് പറഞ്ഞത്? സുന്നി വോയിസിലേക്ക് പരമനാളിലേക്ക് നോക്കേണ്ടതാണ്. സത്യത്തിൽ സുന്നി വോയിസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഖുർആനും ഹദീസിനൊക്കെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം. അതുകൊണ്ട് അത് നോക്കണം തന്നെ ഞങ്ങൾ പറഞ്ഞത്. അതിലേക്ക് നോക്കുന്നില്ല, ഖുർആനിലേക്ക് നമുക്ക് നോക്കൽ തന്നെയാണ്. കാരണം ഖുർആനിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നത് അത് മലയാളത്തിൽ നമുക്ക് തിരിയാൻ വേണ്ടി എഴുതി തരിക. അതാണ് സുന്നി വോയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് നീങ്ങണം. അപ്പൊ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നതാണല്ല, ഈ മുജാഹിദിന്റെ പഴയ കാലത്തെ മൗലവിമാർ ഇത് പറഞ്ഞില്ലേ? ഇതിനെ തീരുമാനമാക്കാൻ എന്തൊരർത്ഥമുള്ളത്? ഇതില് ഒരു തീരുമാനമാക്കാതെ പിന്നെ 11 റക്അത്ത് അല്ലെങ്കിൽ 20 റക്അത്ത് എത്ര റക്അത്ത് ഇത് ഇങ്ങനെ സാധനം തന്നെ ഉണ്ടോ തീരുമാനിക്കേണ്ടത്? ഇവർക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല റമദാനിൽ മാത്രമായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ ഉമ്മർക്ക ഇനി അടുത്ത ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ നിസ്കരിക്കണം എന്നാണ്. ഈ എങ്ങനെ നിസ്കരിക്കേണ്ടത് എത്രയാണ് ഞങ്ങൾ ചോദിക്കുന്നത്? റമദാനിൽ മാത്രം നിസ്കരിച്ചാൽ മതിയോ അല്ലാത്ത സമയത്ത് നിസ്കരിക്കണോ? അത് തീരുമാനമാക്കണ്ടേ? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഉമ്മർക്കാന്റെ പാരത്രിക വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഉമ്മർക്ക് ഇനി തന്നെ തറാവീഹ് എന്ന ആ നിസ്കാരം നിസ്കരിക്കേണ്ടത് റമദാനിൽ മാത്രമാണോ അല്ലാത്ത കാലത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ? അത് തീരുമാനമാക്കി തരപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വരും കൂടി സംഭവിച്ചിട്ടാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് അത് തീരുമാനമാക്കുക. ശരി. അപ്പൊ ഏകദേശം നടന്ന ചർച്ചയുടെ ആകത്തുക കിതാബ് ഓതാത്തവർക്ക് കേസ് തിന്നിട്ടുണ്ട്. ഓർക്കത്ര തീരുള്ളൂ, അതും തിന്നിട്ടുണ്ട് നമുക്ക്. ഏതായിരുന്നാലും ഇപ്പോൾ ഇവിടെ ചർച്ച എന്താണ്? തറാവീഹ് എത്ര? ആ ചർച്ചയ്ക്ക് വരാൻ പ്രയാസമുണ്ട്. ഇപ്പോ നിങ്ങളെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അത് തുടർന്ന് സംഭവിക്കാതെ ഏതായിരുന്നാലും ഇവിടെ മോഡറേറ്റർക്ക് അടക്കം മനസ്സിലായി. അദ്ദേഹം വിശദീകരിച്ചു. നമസ്കാരം കൊല്ലം മുഴുവനുണ്ട്. വ്യത്യസ്ത കാരണം കൊണ്ട് വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്നു. തറാവീഹ് എന്ന പേരിൽ ജമാഅത്തായി റമദാനിൽ മാത്രമാണ് അത് ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നത്. അത് തറാവീഹ് എന്ന പേര് അവിടെ പറയപ്പെടുന്നു. അല്ലാത്ത കാര്യം ആ പേര് പറയാറില്ല. അത്രേ അവിടെ എഴുതിയിട്ടുള്ളൂ. അത് വലിയ കാര്യത്തിന് വാക്കിന് പിന്നെ വായിച്ചോളിങ്ങൾ നല്ലതാണ് ഒക്കെ. അതേസമയം ഒറ്റയായി അവസാനിക്കുന്ന വിത്ർ എന്ന പേര് വരും. അത് റമദാനെ പറ്റാം, റമദാൻ എന്ന പേര് വരും. ഒന്ന് ഉറങ്ങിയടിച്ചാൽ അത് തഹജ്ജുദ് എന്നും പറയും. ഇതിപ്പോ അദ്ദേഹം ഇവിടെ വന്നപ്പോ അദ്ദേഹം ഇവിടെ അറിയപ്പെടാം. വീട്ടിൽ മമ്മി വാപ്പയെ പായസം തന്നെ വിളിക്കുക, മോനെന്നാ വിളിക്കുക. ഭാര്യ വിളിക്കുന്നത് വേറൊന്നാണ്, മക്കളെ വിളിക്കുന്നത് വാപ്പാന്നാണ്. ഇത് പല സൈസാണെന്നോ, ഇജന്നെ പറഞ്ഞത് ഉസ്താദാണെന്നോ, ഓമന്റെ വാപ്പയുടേതാണെന്നോ എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥം എന്ന രൂപത്തിലായത് ഒറ്റയായി അവസാനിക്കുന്നു. അപ്പൊ വിത്ര എന്ന് പറയും. അതാണ് ആയിഷ ബീവി ചോദിച്ചത്, വിത്രാക്കാതെ ഉറങ്ങുകയാണോ? 8 കഴിഞ്ഞ് കിടക്കുമ്പോൾ ചോദ്യം വിത്രാക്കാതെ ഉറങ്ങുകയാണോ? അപ്പൊ ഒറ്റയാകുമ്പോഴാണ് വിത്ര എന്ന പേര്. വിത്ര എന്ന വാക്കിനർത്ഥം ഒറ്റ എന്നാണ്. തറാവീഹ് എന്ന വിശ്രമങ്ങൾ എന്നാണ്. അത് ജമാഅത്തായി നടക്കുന്ന കാലങ്ങളിൽ 200-300 ആയത്ത് വരെ ഓതി ദീർഘമായി നിസ്കരിക്കാറുണ്ട്. സഹാബിമാർ പറഞ്ഞു,
ഞങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെട്ട ജമാഅത്തുകളിൽ കൂടിയ ആളുകൾ ഇവർ ഞങ്ങൾ ഞങ്ങൾ വടികളിൽ വരെ ചാരി നിൽക്കാറുണ്ടായിരുന്നു. ദീർഘമായി ഖുർആൻ ഓതിയിട്ട് കുഴങ്ങി തളർന്നിട്ട് വടി കുത്തി പിടിച്ചവർ നിൽക്കാറുണ്ട് എന്ന് വരെ സ്വഹാബിമാർ പറഞ്ഞത് ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ദീർഘമായി നമ്മളൊക്കെ നിസ്കരിക്കും, പിന്നെ 2 നിസ്കരിക്കും, പിന്നെ ഒന്ന് വിശ്രമിക്കും, ചിലപ്പോൾ ഒന്ന് കിടന്നു പിന്നെ എണീക്കും, പിന്നെ നിസ്കരിക്കും. ഇങ്ങനെ ഏകദേശം സ്വഹാബിമാർ പറഞ്ഞത് അത്താ ഹസീന നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പേടിയായി പോയി, ഇനി അത്താഴം കഴിക്കാൻ സമയമുണ്ടാവില്ലേ എന്ന്. അത്താഴം കഴിക്കാൻ സമയം കിട്ടൂല എന്ന് വരെ പേടിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് ഓടാറായിരുന്നു പതിവ്. അങ്ങനെ ദീർഘമായി ഇശാ കഴിഞ്ഞ് ആരംഭിച്ച് ഏകദേശം സുബഹി ബാങ്ക് തൊട്ട് മുമ്പ് വരെ നിന്ന് ജമാഅത്തായി ദീർഘമായി നിസ്കരിച്ചപ്പോൾ അതിനിടയ്ക്ക് വിശ്രമിക്കുന്നു. അതുകൊണ്ട് തറാവീഹ് വിശ്രമങ്ങൾ എന്ന പേര് തറാവീഹ് എന്ന പേര് വന്നു. ഇനി ഉറക്കം ഉറക്കം ഒന്നുറങ്ങി എണീറ്റ് നിസ്കരിക്കുമ്പോൾ അത് തഹജ്ജുദ്. തഹജ്ജദ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രയാസപ്പെട്ടുകൊണ്ട് ഉറക്കത്തെ മാറ്റിവെക്കുന്നതിനാണ് തഹജ്ജദ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തഹജ്ജുദ് എന്ന് പറഞ്ഞു. രാത്രി നിസ്കാരമായതുകൊണ്ട് ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരം എന്ന് പറയുന്നു. റമദാനിലായതുകൊണ്ട് ഖിയാമു റമദാൻ എന്ന് പറയുന്നു. ഏതുപോലെ സുബഹിക്ക് നമുക്ക് സുബഹി നിസ്കാരം എന്ന് പറയാം, ഫജ്ർ നിസ്കാരം എന്ന് പറയാം. ഒരാൾ വാദിച്ചു ഫജ്ർ നിസ്കാരം പോലെ സുബഹി നിസ്കാരം പോലെ. അപ്പൊ മറ്റൊരാൾ എഴുതി ഫജ്ർ നിസ്കാരം എന്ന പേര് പ്രത്യേക നിസ്കാരമില്ല, ഒരു സുബഹി നിസ്കാരം തന്നെയാണ്. നിങ്ങളെ പഴയ ആൾക്കാർ പറഞ്ഞ എന്താ ഫജ്ർ നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യേക നിസ്കാരമൊന്നുമില്ല എന്ന് കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ പോലെ പതിവാണ്. അപ്പൊ നമസ്കാരം കൊല്ലം മുഴുവനുണ്ട്. റമദാനിൽ ജമാഅത്തായി സംഘടിപ്പിക്കപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുകയും ചെയ്യും. ദീർഘമായി നിസ്കരിക്കുന്നു. നിങ്ങളെ പള്ളിയിലന്മാരെ അലങ്കരിക്കപ്പെട്ടല്ലേ ഞങ്ങൾ ദീർഘമായി അപ്പൊ 2 കഴിയുമ്പോൾ വിശ്രമിക്കും, പിന്നെ 2 കഴിയുമ്പോൾ വിശ്രമിക്കും, ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്നു, പുസ്തകം പോകും. അപ്പൊ തറാവീഹ് എന്ന പേര് കൊടുക്കും. ഇതൊക്കെ എനിക്ക് വിശ്രമം ഞങ്ങൾ റമദാനിലും തറാവീഹ് പറയാൻ പറ്റില്ല. റമദാനിലേ ആകുള്ളൂ, അന്നും തറാവീഹ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ സ്കാരത്തില്ല ഒറ്റയടിക്ക് വന്നാൽ 10 മിനിറ്റ് ഇവിടെ കഴിയും. അപ്പൊ ആ പേരിനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. അത് ഒറ്റയായി നിൽക്കുന്നു എന്നതുകൊണ്ട് വിത്ർ അത് കൊല്ലം മുഴുവനുണ്ട്. ഇനി ഒരാൾ വിത്ർ എന്ന് പറഞ്ഞു, തറാവീഹ് എന്ന് പറഞ്ഞു, തഹജ്ജുദ് എന്ന് പറഞ്ഞു, ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പേരും പറഞ്ഞില്ല. എന്നാലും സാധാരണ ജാതാവോ ഒരാൾ ഒരു പേരും പറഞ്ഞായിരിക്കാം, എന്നാ നമസ്കാരം മാറാമോ? അപ്പൊ പേര് എന്തെന്നല്ല, ഒരേ നിസ്കാരത്തിന് വ്യത്യസ്ത പേരുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു റസൂല് 3 ദിവസം നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ ഇബ്നു ഹിബ്ബാനും ഇബ്നു ഹുസൈനും ഉദ്ധരിച്ചെടുത്ത് കാണാം. ഇന്നി ഖശീതു അൻ തുക്തബ അലൈക്കുമുൽ വിത്റു, ഇന്നി ഖശീതു ഞാൻ ഭയപ്പെട്ടു അൻ തുക്തബ അലൈക്കുമുൽ വിത്ർ, നിങ്ങൾക്ക് വിത്ർ ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചു. അതേപോലെ ഈ പറഞ്ഞു അത് തന്നെയാണ് അത് തന്നെയാണ് തഹജ്ജുദ്, അത് തന്നെയാണ് ഖിയാമുൽ ലൈൽ, അത് തന്നെയാണ് ഖിയാമു റമദാൻ. അത് ഉമ്മക്ക് നിസ്കരിക്കുന്നത്, ഞങ്ങൾ നിസ്കരിക്കുന്നത്, എല്ലാം നിസ്കരിക്കുന്നുണ്ട്. റമദാനിൽ ജമാഅത്ത് നടത്തുന്നു, തറാവീഹിന്റെ പേരിൽ പറയുന്നു. അല്ലാത്ത കാര്യങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു. അത് പേര് വ്യത്യസ്തമാണെങ്കിലും സാധനം കൊണ്ട് തന്നെ. അപ്പൊ ഇതിന് ഇനി വെറുതെ ഉരുട്ടി മറിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഏകദേശം എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇപ്പൊ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അമലിയാത്ത രീതിയിലും അന്മനാത്ത രീതിയിലും എല്ലാം പോകണം, എല്ലാം ഇതിനപ്പുറത്തേക്കില്ല. പിന്നെ ഫിഖ്ഹി വിഷയമായി പൈസ ഉണ്ടാവാം. അക്കീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കൽ ശിക്കാതെ ഒഴിവാക്കിയ ഒരു സമ്മാനമുണ്ട്. അതെ നിങ്ങൾക്ക് പറഞ്ഞു ഞാനൊക്കെ പോകണ്ടെന്നുള്ളത് പ്രാർത്ഥിക്കാതെ പാടില്ലാതെ പണ്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു പ്രാർത്ഥന പേര് പറയാൻ കുഴപ്പമില്ല, ഇപ്പൊ പറഞ്ഞു പ്രാർത്ഥിക്കലുണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ പലതും പല രൂപത്തിൽ വരാം, പല രൂപത്തിൽ വരാം. ഏതെല്ലാം വിഷയങ്ങൾ ഇപ്പൊ ചില മനുഷ്യന്മാർ സ്വപ്നം കണ്ടു ഇയാളെ പോലെ എന്തെല്ലാം സ്വപ്നങ്ങൾ. അപ്പൊ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ റൂട്ടിലേക്ക് പോകാതെ വൈജ്ഞാനികമായ ചർച്ചയ്ക്ക് പോകണമെന്ന് ഒരിക്കലും കൂടെ ആവശ്യമാണ്. നടക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്വപ്നം കാണുന്നുണ്ട്. പുതിയ ശബാദൊന്നും വായിക്കാൻ നല്ലതാണ്. നമ്മളെ സ്വപ്നം കാണിക്കാൻ നിൽക്കണ്ട, നിങ്ങളെ ഓരോരുത്തർ വലിയമായ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ തീരുമാനമായിക്കൊണ്ടിരിക്കണം. അവിടെ ആർക്കും നേതൃത്വം തീരുമാനമാക്കാം. നമ്മളെ ചർച്ച ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇയാൾ പിന്നെയും പറഞ്ഞിടുന്നത് ആ പഴയ രൂപത്തിൽ ആ മാറ്റർ ഇങ്ങനെ പഠിച്ച മാറ്റർ ഇങ്ങനെ പറയാം. നമുക്കൊരു ചർച്ച തീരുമാനമാണ് വേണ്ടത്. റമദാനിൽ മാത്രമുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇയാൾ എന്നെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ഇയാൾ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കണ ഒന്നാണ്, ഭാര്യ വിളിക്കുന്ന വേറെ ഒന്നാണ്, പിന്നെ മറ്റേ വിളിക്കുന്ന വേറെ ഒന്നാണ്. അതൊക്കെ ഓരോ സാധനമാണ്. ഇതൊക്കെ എല്ലാവരും പേര് വേറെ സാധനം ഒന്നല്ലേ. അതാ ഞാൻ പറഞ്ഞത്. ഈ സാധനം ഒന്നാണോ രണ്ടാണോ നിങ്ങൾ പറയുന്നത് റമദാനിൽ മാത്രമുള്ള നിസ്കാരം ഇല്ല. ഞങ്ങൾ പറഞ്ഞ അങ്ങനെ റമദാനിൽ മാത്രമുള്ള നിസ്കാരം ഉണ്ട്. അത് തീരുമാനമാക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് തീരുമാനമാക്കിയിട്ട് ഇത് പിന്നെ പറയേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് റക്കായത്തിന്റെ എണ്ണം ഞങ്ങൾ ഇനിയിപ്പോൾ റമദാനിൽ മാത്രമുള്ള നിസ്കാരത്തിന് പിന്നെ അതിന്റെ തെളിവ് ഞങ്ങൾ വേണമെങ്കിൽ സമർപ്പിച്ചിരുമ്പോൾ, പക്ഷെ അത് ഇല്ല നിങ്ങൾ പിന്നെ പറയണില്ലല്ലോ. അത് അങ്ങനെ നിസ്കാരം ഞങ്ങൾ തെളിയിക്കണം, അതല്ലേ പറഞ്ഞത്. പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. എന്താ പറയേണ്ട ആവശ്യമില്ല? നിങ്ങൾ പറഞ്ഞ അങ്ങനെ നിസ്കാരം ഇല്ല, ഞങ്ങൾ പറഞ്ഞ അങ്ങനെ നിസ്കാരം ഉണ്ട്.
അത് തീരുമാനമാക്കണം. എന്നിട്ട് റക്കറ്റിന് അതിലേക്ക് കടക്കാം. അതന്നെ നമുക്ക് പറയാനുള്ളൂ. അതേ പറയുന്നുള്ളൂ. ഇവിടെ ശരിക്കും ഈ വിഷയത്തിലേക്ക് വന്നത് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനൊരു ചർച്ച വരാനുള്ള കാരണം ഇവിടുത്തെ പ്രസംഗിയുള്ള ഖത്തീബും പഴയ ഖത്തീബും രണ്ടുപേരും ഈ വീട്ടുകാരനെ സമീപിച്ചുകൊണ്ട് സംസാരിക്കുകയും അവിടെ 23 തെളിയിക്കാമെന്ന് പറയുകയും ചെയ്തു. 23 തെളിയിക്കും ഞങ്ങൾ ഇപ്പൊ ആ പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ടോ? ആ പള്ളിയിൽ പോയിട്ട് ചെയ്യുന്നത് ശരിയല്ല, സ്വഹീഹല്ല, സ്വഹീഹ് 23 തെളിയിക്കുന്ന പറഞ്ഞു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ് ഞങ്ങളിവിടെ വന്നത്. നിങ്ങൾ ഇവിടെ ഉമർഖാനെ ധരിപ്പിച്ചതും ഞങ്ങൾ നിസ്കരിക്കുന്നത് വിദഅത്താണെന്നും 11 വിദഅത്താണെന്നും 23 സ്വഹീഹെന്നും നിങ്ങൾ തെളിയിക്കും. 2 ഖത്തീബുമാരും തെളിയിക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് തെളിയിക്കാൻ പറ്റുമോ ഇല്ലേ എന്നറിയാൻ ഞങ്ങളിവിടെ വന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇത് 20 ഇത് പിന്നെ തറാവീഹാണോ തഹജ്ജുദാണോ അന്ന് മാത്രമുള്ളതാണോ നാളെ ഉണ്ടോ മറ്റന്നാളുണ്ടോ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾക്ക് യൗമുൽ ഖിയാമ 23 സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. ലോകത്ത് ഒരു ഫിഖ് കൊണ്ടും എന്ന് പറഞ്ഞാൽ പൗരാണിക പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വാദത്തിലേക്ക് വരാൻ മടിക്കുന്നത്. പഴയ അൽമനാറിലും പിന്നെ അമലിയാത്തിലും കെട്ടിമറിഞ്ഞ് എങ്ങനെയെങ്കിലും 1 മണിയാക്കിയിട്ട് രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല. മറിച്ച് 20 റക്അത്ത് ആണ് തറാവീഹ് എന്ന് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ അതാ പറയേണ്ടത്. ഞങ്ങൾ 11 തുടക്കം മുതൽ സംസാരിച്ചു കഴിഞ്ഞു. ആ വിഷയത്തിൽ ഒരു കാര്യം കൂടെ ഇവിടുത്തെ സാധാരണക്കാരോട് ഞാൻ പറയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ തറാവീഹ് എന്ന അധ്യായത്തിൽ അതുപോലെ തന്നെ 11 റക്അത്ത് എന്നത് തഹജ്ജുദിലും വിത്റിലും തറാവീഹിലും 11 എന്ന റിപ്പോർട്ടുകളാണ് എന്ന ഹദീസാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തറാവീഹ് എന്ന അധ്യായം കൊടുക്കുന്ന പണ്ഡിതന്മാർ മുഴുവനും അതേ റക്അത്തുകളുടെ എണ്ണം വെച്ചുകൊണ്ട് അതേ ഹദീസുകൾ ഉദ്ധരിക്കുന്നു. ഇബ്നു അൽ-അസ്ഖലാനി അത് ഉദ്ധരിക്കുന്നു. ഇതൊക്കെ അവിടെ ആദ്യം പറഞ്ഞതാണ്. അതുമല്ലൊട്ടൊന്നും വരാൻ പറ്റൂല, അവിടെ നിന്നും വരാൻ പറ്റൂല. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം അത് റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ ഒരേ രൂപത്തിലായിരുന്നു. അല്ലാതെ തെളിയിക്കാൻ പറഞ്ഞല്ലോ ഇവിടുന്ന്. നമ്മൾ പറഞ്ഞു തറാവീഹ് നമസ്കാരം അതെ ഇടക്കിടക്കും പിന്നെ തർവീഹത്തുകൾ എടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം, ജമാഅത്തായി പ്രത്യേകം സുന്നത്ത് നിസ്കരിക്കുന്ന നിസ്കാരം അത് റമദാനിലാണ്. അത് റമദാനുണ്ട് എന്ന് പറഞ്ഞാൽ ശൗവാലിൽ ഈ നിസ്കാരം ഈ രൂപത്തിലല്ലാത്ത ജമാഅത്തില്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ റസൂലുള്ളാഹി വീട്ടിൽ നിസ്കരിച്ചത് വീണ്ടും തെളിയിക്കപ്പെടാം. ഹദീസുകളുണ്ട് ഇതുപോലെ നിസ്കരിച്ചത്. അതേ സമയത്ത് തറാവീഹ് എന്ന പേരിൽ ജമാഅത്തായി റമദാനിൽ പ്രത്യേകം സുന്നത്തോടുകൂടി നിസ്കരിക്കുന്നു എന്നാണ് അതാ മുജാഹിദുകൾ പറഞ്ഞത്. ആ വിഷയം തെളിയിക്കാൻ ഞങ്ങളിവിടെ വന്നത്. നിങ്ങൾക്കതിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ തുറന്നു പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ഞങ്ങൾക്ക് ഈ എണ്ണം തെളിയിക്കാൻ സാധിക്കുമെന്നത് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ദീനിയാത്തുമേലും അമലിയാത്തുമേലും ഫിഖ്ഹിലും തസവുഫിലും താരീഖിലും ഒക്കെ കറിയും. നിങ്ങൾ ശരിക്കും കാരണം നമുക്കറിയാം. അതുകൊണ്ട് ആ വക ചാട്ടങ്ങളൊക്കെ പുറത്ത് നമ്മൾ നിൽക്കുന്നവരിക്കാം. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് കിതാബ് പരമായി ഹദീസ് പരമായി പണ്ഡിതന്മാർ ഉദ്ധരണികളിലൂടെ ചർച്ച ചെയ്യും. തീരുമാനിക്കണം നമുക്ക് 20 11 തറാവീഹ് എന്ന സാധനം അതെ റമദാനിൽ പ്രത്യേക ജമാഅത്തായി നിസ്കരിക്കുന്ന സാധനം അത് 11 20 തയ്യാറാണോ നിങ്ങൾക്ക് തെളിയിക്കാൻ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ? വീണ്ടും ചോദിക്കാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറയാം എന്താ പറഞ്ഞ സമയത്ത് 12 മണിയായി 1 മണിക്കൂർ കൂടി ശേഷിക്കും അല്ലെങ്കിൽ 2 മണിക്കൂർ ശേഷിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ വിഷയത്തിലേക്ക് കടന്നു വരിക, ചർച്ചയിലേക്ക് കടന്നു വരിക. അല്ലാതെ അമലിയാത്ത് കയ്യിൽ പിടിച്ചിട്ട് ദീനിയാത്ത് കയ്യിൽ പിടിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അൽമനാർ കയ്യിൽ പിടിച്ചിട്ട് കെ പോലെയും ഇ കെ പോലെയും മറ്റു പോലെമാരെ പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കൂടില്ല. രക്ഷപ്പെടണമെങ്കിൽ വ്യക്തമായി നിങ്ങൾ തറാവീഹിന്റെ എണ്ണത്തിലേക്ക് വരണം. അത് നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അതാണ് ചർച്ച ചെയ്യേണ്ടത്. വലിയ വർത്താനം പറഞ്ഞല്ലോ, സ്വഹീഹാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്താ ഇവിടെ വർത്താനം പറയാൻ പറ്റാത്തത്? അതെ വലിയ ആലിമീങ്ങളായി ചമഞ്ഞു വന്നു. തുടക്കത്തിൽ പറഞ്ഞ ഞങ്ങൾ മഹാലിമികൾ. ഇടയ്ക്കൊരാൾ ചോദിച്ചവരോട് പറഞ്ഞ വിഷയം ഇടയ്ക്ക് വെച്ച് മറുപടി പറഞ്ഞ വിഷയം ആ വിഷയത്തിലൊക്കെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. മഹാപണ്ഡിതൻ കുറച്ചൊക്കെ പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മോഡറേറ്റർ പറഞ്ഞു എന്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നമ്മളെ ചർച്ച നടക്കുന്നത് ഇവര് റമദാനിൽ തറാവീഹ് എന്ന പേര് നിസ്കരിക്കുന്ന 11 ആ നിസ്കാരത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ? അതല്ലേ പേര് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളെ നിസ്കാരം ചർച്ച നിങ്ങൾ പറഞ്ഞത്
റമദാൻ 11 റക്അത്തായിട്ട് റമദാനിൽ തറാവീഹ് എന്ന പേരിൽ ഇവർ നടത്തുന്ന നിസ്കാരം, അതിനെക്കുറിച്ച് പറയണം നമ്മൾ പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു. റമദാനിൽ തറാവീഹ് എന്ന പേരിലും അല്ലാത്ത സമയത്ത് അങ്ങനെ പേരല്ലാതെയും ഉള്ള ഒരു നിസ്കാരം പരിശുദ്ധ ഇസ്ലാമിൽ സുന്നത്തില്ല. അതാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയുന്നത്. റമദാനിൽ തറാവീഹ് എന്ന അല്ല അങ്ങനെ നിസ്കാരം തന്നെ പിന്നെ എണ്ണ ഉണ്ടാവുന്നത്. റമദാനിൽ തറാവീഹ് എന്ന പേരിലും റമദാനിൽ തറാവീഹ് എന്ന പേരിലും അല്ലാത്തപ്പോൾ മറ്റൊരു പേരിലും ഒരേ നിസ്കാരം, അങ്ങനെ നിസ്കാരം ഇസ്ലാമിൽ സുന്നത്തില്ല. അതാ ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഒരു കാര്യം വ്യക്തമായി. നേരത്തെ പറഞ്ഞു തറാവീഹ് മുജാഹിദുകൾക്കില്ല, ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്കില്ല. തറാവീഹ് എന്നത് 23 റക്അത്താണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഒരു 23 അതുപോലെ അതേ പേരിൽ വേറെ നിസ്കാരം നിസ്കരിച്ചതായിട്ടില്ല. ഞങ്ങൾ പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 40ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി, 63ാമത്തെ വയസ്സിൽ ഹിജ്റ 11ാം വർഷം ലോകത്തോട് വിട പറയുന്നതിനിടയിൽ നിസ്കരിച്ച നിസ്കാരങ്ങളിൽ പ്രവാചകന്റെ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം, വിത്ർ നിസ്കാരം, റമദാനിലെ തറാവീഹ് എന്ന് പറയപ്പെടുന്ന നിസ്കാരം, റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ തറാവീഹ് എന്ന പേരിലെങ്കിലും പിൽക്കാലത്ത് കടന്നു വന്നതാണെങ്കിലും ആരെ നിസ്കരിച്ച നിസ്കാരം, ഈ നിസ്കാരങ്ങൾ മുഴുവനും 11 റക്അത്തായിരുന്നു എന്ന് സ്വഹീഹായ പരമ്പരയോട് തെളിയിക്കും ഞങ്ങൾ. അതിൽ ഒന്നാമത്തെ വിഷയം പറഞ്ഞു ഇമാം ബുഖാരി കിതാബ് തറാവീഹിൽ 11ന്റെ ഹദീസ് പറയുന്നു. അതേപോലെ തഹജ്ജുദ് 11 എന്ന് പറയുന്നു, വിത്ർ 11 എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അടുത്ത് വന്ന് ചോദിക്കാണ് കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാൻ. റമദാൻ റസൂലുള്ളാഹിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു? ആയിഷ ബീവിയുടെ മറുപടി എന്താണ്? മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി മറുപടി പറയാണ് അല്ലാഹുവിന്റെ റസൂൽ റമദാനിലും അല്ലാത്ത മാസങ്ങൾ, അത് ശുബാനിലാണെങ്കിലും ദുൽഖഅദയിലാണെങ്കിലും ദുൽഹിജ്ജയാണെങ്കിലും ഈ മാസങ്ങളിലൊക്കെ 11നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. 11നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. റസൂലുള്ള 11 എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് വിത്റാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ 11 എന്ന വിത്റിന് പുറമെ 20 റക്അത്ത് എന്ന് നിങ്ങൾ പറയുന്ന തറാവീഹ്, അതുപോലെ 36 എന്ന് പറയുന്ന തറാവീഹ്, 40 എന്ന് പറയപ്പെടുന്ന തറാവീഹ്, ഇതൊക്കെ എന്റെ അഭിപ്രായമല്ല. ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹിൽ 36 മദീനക്കാർ നിസ്കരിക്കും. റദ്ദാക്കി ഇത് പറ്റില്ല. അതായത് ഈ വെല്ലുവിളിച്ചതിന് മറുപടി നമുക്ക് പറയാൻ പറ്റും. അതായത് 23 11 ഇപ്പൊ 11 ഇവർ പറയാൻ ന്യായം നിരത്തിയത് കിതാബ് തറാവീഹ് എന്ന ബുഖാരിയുടെ ഹദീസ്. പിന്നെ ആയിഷാവിയുടെ ഒരു വളരെ ശക്തമായൊരു ഹദീസും പറഞ്ഞിട്ടുണ്ട്. 2 തെളിവാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ കോട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇത് 11 അല്ല 23 എന്ന് പറയാൻ തെളിയിക്കാനുള്ള കോട്ട് ചെയ്യാനുള്ള ഹദീസ് ഉണ്ടോ? ഒന്നാമത് വേണ്ടത്. ഹദീസ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിസ്കരിച്ച് എത്ര ഇടുന്നത് അതിനെ കുറിച്ച് ബിലാലിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു 20 റക്അത്ത്. 20 റക്അത്താണിതാ. ഇത് 20 റക്അത്തുണ്ട്. അത് വായിച്ചാൽ കൊടുക്കും. അതെ അതീസിട്ട് പറയണോ? ഇമാം ബുഖാരിയുടെ കിതാബ് ഞങ്ങൾ കൊണ്ടുതരാം, നിങ്ങളൊന്ന് വായിക്കും. ഇമാം ബുഖാരിയുടെ ഹദീസ് കണ്ട മൗലവിമാർ എഴുതി ഇമാം നമ്മക്കിവിടെ
ഇത് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് പ്രമാണം മുജാഹിദിന്റെ മൗലവിമാർ പറഞ്ഞതാണ്, സ്വഹീഹുൽ ബുഖാരി പറഞ്ഞതാണ്. നിങ്ങൾക്ക് പ്രമാണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിശ്വസിക്കാൻ ഇത് ഇവരുടെ പഴയകാല പണ്ഡിതന്മാർ എഴുതി വെച്ചതാ, സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചതല്ലേ. ഇത് എന്ത് നോക്കി എഴുതിയതാ? ഹദീസും ആയത്തും നോക്കി എഴുതി വെച്ച വലിയ വലിയ പണ്ഡിതന്മാർ എഴുതി വെച്ചതാ. ഇതുവരെ അംഗീകരിക്കുന്നുണ്ടല്ലേ? പഴയകാല പണ്ഡിതന്മാർ ചോദ്യം മനസ്സിലായി, മറുപടി പറയും. അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് ചുമടി പറയട്ടെ. തറാവീഹ് റമദാനിലെ പ്രത്യേക നിസ്കാരമാണെന്ന് അവരുടെ പഴയകാല പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. അതിന്റെ എണ്ണം 20 എഴുതി വെച്ചതാണ് അല്ലേ? ഇത്രയും കാലം മുജാഹിദ് പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനമോ ഇത് എന്തിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. പിന്നെന്ത് ചെയ്യാണ്? തോന്നിയത് അതേപോലുള്ള വീണ്ടും എഴുതി വെക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണോ ശരിയാണോ ആദ്യം, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഇത് തെറ്റാണോ എന്ത് ചെയ്യണം പറയാം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? മുജാഹിദ് പണ്ഡിതന്മാരുടെ ആധികാരിക ആളുകളാണ് അവര്, അത് എഴുത്തരും വേണം. ഈ പാഠപുസ്തകം ഫസ്റ്റ് ഇവർ ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഞങ്ങളുടെ വാക്ക്, നിങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളാണല്ലോ, ഒരു കാര്യം കേട്ടിട്ട് ആ വിഷയത്തിന് അതിനെതിരായ ഒരു മറുപടി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്നല്ലേ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്? അദ്ദേഹം അതിൽ തിരിഞ്ഞിരിക്കുന്നു, അതാ സംസാരിക്കണേ, അതിൽ തിരിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ഷാഫി ഇമാമിന് 2 കൗല് വരേണ്ടി വന്നു? ജദീദായ കൗല്, ഖദീമായ കൗലിന് 2 അഭിപ്രായം വന്നെന്താ? നിങ്ങൾ ഖദീമായ കൗല് ഉയർത്തി കാട്ടിട്ട് പറയോ ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയില്ലേ? കണ്ടോ, ജദീദായ കൗല് വന്നിരിക്കുന്നു, പുതിയ കൗലും പഴയ കൗലും. അപ്പൊ നിങ്ങൾ പഴയ കൗൽ എന്ത് ചെയ്യുന്നു ചോദിക്കോ, നിങ്ങൾ ചോദിക്കോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അത് മുജാഹിദ് പണ്ഡിതന്മാർ കേരളക്കരയിൽ മുജാഹിദ് പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഉമ്മ പ്രസവിച്ചോണ്ട മുജാഹിദായിട്ട് വന്നല്ല, മറിച്ച് സമസ്തയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ കൂട്ടത്തിൽ. ഇനി കേരളക്കരയിൽ എന്ന പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പേജ് കൊണ്ടുവന്നിട്ട് കാണിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഈ വിഷയം ആ വിഷയം ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു. എന്തിനാ കാണിച്ചത്? മുജാഹിദിന്റെ ആദ്യ നേതാക്കൾ അവരാരായിരുന്നു? ഇവിടെയുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാരെ പോലത്തെ ആളുകളായിരുന്നു അവർ. അവർ വിശ്വസിച്ചതും മനസ്സിലാക്കിയതും വെച്ചുകൊണ്ട് അവർ മനസ്സിലാക്കിയതിലേക്ക് കടന്നു വന്നു. അവർ അഖീദ കൃത്യമായി മനസ്സിലാക്കി കടന്നു വന്നപ്പോഴും അവരുടെ ഫിഖ്ഹിൽ സമ്പൂർണ്ണമായ ഒരു പഠനം നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി വെച്ചവർ എഴുതി. പിന്നീട് ഈ വിഷയം ശരിയല്ലാന്നും ഇത് കേരളത്തിൽ ഏതെങ്കിലും ശാഫിഈ മദ്ഹബ് എന്ന് പറയപ്പെടുന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണികളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ പിന്നീട് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം 11 ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് ഇത് KNM എന്ന സംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യകാല പണ്ഡിതന്മാർ കോട്ട് ചെയ്തൊരു സംഗതി മാത്രമാണ്. അതിനുശേഷം KNMന്റെ പാഠപുസ്തകങ്ങൾ പരിശോധിക്ക്. ആ പാഠപുസ്തകങ്ങളിൽ തറാവീഹ് നമസ്കാരം 11 റക്അത്താണ് എഴുതിയിട്ടുണ്ട്, ഇന്നും പഠിപ്പിക്കുന്നു. എന്നിട്ട് പുരാതന കാലത്ത് എഴുതി വെച്ച സാധനം പൊക്കി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊരു എന്തൊരു പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് കിതാബ് തിരിയൂല, ഇവർക്കേ കിതാബ് തിരിയുള്ളൂ, ഞങ്ങൾ മലയാള പുസ്തകത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടന്ന ആളുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ മലയാള പുസ്തകം കൊണ്ടാണ് വന്നിരിക്കുന്നത്. കിതാബില്ല. ധൈര്യമുണ്ടോ? ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇമാം ബുഖാരി
തന്റെ സ്വഹീഹ് ബുഖാരിയിൽ തറാവീഹ് എന്ന അധ്യായത്തിൽ കൊടുത്ത 11 റക്അത്ത് നമസ്കാരം, അതുപോലെ തന്നെ തഹജ്ജുദിന്റെ അധ്യായത്തിൽ, വിത്തറിന്റെ അധ്യായത്തിൽ എല്ലായിടത്തും 11. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ തറാവീഹ് 11 റക്അത്തിനേക്കാൾ കൂടുതൽ, അഥവാ നിങ്ങൾ പറയുന്ന നിലയ്ക്ക് 20 റക്അത്ത് തറാവീഹും അല്ലാഹുവിന്റെ റസൂൽ 11നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന ആയിഷ ബീവിയുടെ ഹദീസ് ഇതിലേക്ക് ജംഉ ചെയ്താൽ 20ഉം 11ഉം 31 റക്അത്ത്. ഇനി നിങ്ങളുടെ വാദപ്രകാരം 20ഉം 11ഉം അങ്ങനെ 31 റക്അത്ത് നിസ്കരിച്ചു എന്ന് സഹീഹ് ബുഖാരി കൊണ്ടോ അതുപോലെ പ്രമാണബദ്ധമായ പണ്ഡിതന്മാരെ കൊണ്ടോ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇതാ നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് സാധിക്കുമോ? ഇവിടുത്തെ നിങ്ങൾ കൊണ്ടുവന്ന വർത്തമാനങ്ങൾ മുഴുവനും ആളുകൾ കേട്ട് അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് തെളിയിക്കാൻ സാധിക്കുമോ ഉസ്താദുമാരെ? നിങ്ങൾക്ക് വലിയ ആലിമീങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ, കൊണ്ടുവരൂ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് അങ്ങനെ നിസ്കരിച്ചു എന്ന് ഇതാ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരി എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കുമോ പറയാം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 20ഉം 11ഉം 31 റക്അത്ത് നിസ്കരിച്ചു എന്നാണ് ഞങ്ങളുടെ വാദം. അങ്ങനെയാണല്ലോ വാദം. കാരണം എന്താ? റസൂൽ തറാവീഹ് റമദാനിൽ 20 നിസ്കരിച്ചു, അല്ലാഹു റസൂൽ വിത്രോ അത് 11 തന്നെ, സംശയമൊന്നുമില്ല. എങ്കിൽ 11, 20, 31 നിസ്കരിച്ച് തെളിയിക്കാൻ പറ്റുമോ? സാധിക്കുമോ? ഇമാം ബുഖാരിയുടെ ഹദീസ് ഇമാം ബുഖാരിയുടെ കിതാബ് ഞാൻ ഉയർത്തി വെച്ചുകൊണ്ട് പറയുന്നു. വീണ്ടും ചോദിക്കും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റേതല്ല. അത് സാധാരണ നാട്ടുകാരുടെ മുന്നിൽ വർത്താനം പറയുന്നത് നല്ലതാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നല്ലതാണ്. പക്ഷെ ഇവിടെ റക്അത്തിന്റെ ചർച്ചയാണ്. ആ ചർച്ചയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ? നിങ്ങൾ കൊണ്ടുവന്ന മാറ്റർ തീർന്നെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, വിഷയത്തിലേക്ക് കടന്നു വരിക. അതിന് സാധിക്കുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. തീരുമാനമായല്ലോ. ഏതായാലും പഴയ കാലത്തുള്ള മുജാഹിദ് മൗലവിമാരെ പറഞ്ഞൊന്നും ഇവർ അംഗീകരിക്കില്ല. പഴയ കാലത്തുള്ള മൗലവിമാരൊന്നും ശരിയല്ല, അപ്പൊ നമ്മളാണ് ശരി എന്നൊക്കെ ഉള്ളിടത്തേക്കാണ് പോവാതെ. ഏതായാലും നിങ്ങൾ പറഞ്ഞ ചർച്ച നമുക്ക് കടന്നു വരാം. മുജാഹിദിന്റെ പഴയ കാല മൗലവിമാർ പറഞ്ഞൊന്നും തെളിവല്ലാന്ന് അംഗീകരിച്ച സ്ഥിതിക്ക് അംഗീകരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് പഴയ കാലത്തുള്ള മൗലവിമാർക്കും ഇവരെല്ലാം അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാം, ഇവരിപ്പോ തറാവീഹ് 20 എന്നതിന് തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസ് ഏതാണ്? തറാവീഹ് 11 എന്നതിന് തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസ് ആയിഷ ബീവി ധരിക്കുന്ന ഇമാം ബുഖാരി ധരിച്ച ഹദീസാണ്. ഏതാ ഹദീസ്? ആയിഷ ബീവിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താണ് ചോദ്യം? കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ. റമളാൻ മാസത്തിൽ ആ ഹദീസ് പൂർണ്ണമായിട്ട് ഞാൻ മടക്കി വായിക്കാം. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസ് വായിച്ചാൽ ഈ വിഷയം ഞങ്ങൾക്ക് തിരിയില്ല. പഴയ കാലത്തുള്ള മൗലവിമാര് അതിനു വേണ്ടിയാണ് ഇപ്പൊ ഇത് കൊണ്ടുവന്നത്. എന്താ ഹദീസിലുള്ളത്? ആയിഷ ബീവിയോട് ചോദ്യം, കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റമളാൻ മാസത്തിലുള്ള നിസ്കാരം എങ്ങനെയായിരുന്നു? ഇതാണ് ചോദ്യം ആയിഷ ബീവിയോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു? കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു? അപ്പോ ആയിഷ ബീവിന്റെ മറുപടി എന്താ? മറുപടി മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റമളാനിലായാലും ശരി അല്ലാത്തപ്പോഴായാലും ശരി ആ ചോദിച്ച നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിൽ 11നേക്കാൾ കൂടുതലായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ആയിഷാബിയോട് ചോദിച്ചാണ് ഒരു നിസ്കാരത്തിനെ കുറിച്ച്. എന്താ നിസ്കാരത്തിനെ കുറിച്ച് ചോദിക്കുന്നത്? റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാറുള്ള നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു? കൂടുതലുണ്ടോ കൂട്ടാറുണ്ടോ? ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. തെളിവുള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്താണ്? അന്നഹു യഹ്തമിലു അൻ യകൂന സായിലു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ചോദിക്കുന്ന ആൾ മനസ്സിലാക്കി എന്ത്? അന്നഹു യഹ്തമിലു അൻ യകൂന സായിലു, ചോദിക്കുന്ന ആൾ ആകാൻ മതി. മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കി? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅല്ലഹു കാന യസീദു ഫീ തഹജ്ജുദി റമളാന, റമളാൻ മാസം അല്ലാത്തപ്പോൾ നിസ്കരിക്കാനുള്ള തഹജ്ജുദ്, ആ തഹജ്ജുദ് റമളാനിലാകും വല്ല കൂടുതലും തഹജ്ജുദ് എന്ന പേര് കൂട്ടാറുണ്ടോ എന്ന് മനസ്സിലാക്കി. അതാ ലഅല്ലഹു കാന യസീദു ഫീ തഹജ്ജുദി റമളാന അലാ മാ യതഹജ്ജുദു ഫീ ഗൈരിഹി, റമളാൻ അല്ലാത്തപ്പോൾ നബി തങ്ങൾ നിസ്കരിക്കാറുള്ള തഹജ്ജുദ് റമളാനിലാകുമ്പോൾ വല്ല റക്അത്തുകളും കൂട്ടാറുണ്ടോ
കൂട്ടാറുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കി. അപ്പൊ അയാൾ ചോദിച്ചതാണ് എന്ത്, ആ റമദാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? അതിന് ആയിഷ ബീവിയുടെ മറുപടിയാണ് ആ ഭാവനയെ ആയിഷ ബീവി മടക്കി കളഞ്ഞു. ഏത് ഭാവനയെ? ഈ റമദാൻ അല്ലാത്തപ്പോൾ തഹജ്ജുദായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം റമദാനിലാകുമ്പോൾ അതിൽ കൂട്ടാറുണ്ടായിരുന്നു എന്ന ധാരണയെ തിരുത്താൻ വേണ്ടിയിട്ട് ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു, മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി. അത് നിങ്ങൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലുള്ള നിസ്കാരം ഉണ്ടല്ല, ആ നിസ്കാരം അത് റമദാനിലായാലും റമദാൻ അല്ലാത്തപ്പോഴായാലും കൂട്ടാറുണ്ടായിരുന്നില്ല. ഇയാൾ ചോദിച്ചൊരു ചോദ്യം തഹജ്ജുദിനെ കുറിച്ചാണ്, മറ്റുള്ള റമദാൻ അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഈ ഒരു ചർച്ച കടന്നു വരുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റമദാനിന് അല്ലാത്തപ്പോൾ ഇങ്ങനെ നിസ്കാരം പ്രത്യേക സുന്നത്തുണ്ടോ എന്ന ചർച്ച കണ്ടുകൊടുക്കുകയാണ്. ഒന്ന് ശരിയുണ്ടല്ലോ പറഞ്ഞു സമയത്തൊക്കെ കിട്ടി നിങ്ങൾ മറക്കാൻ നമ്മളങ്ങനെ മറക്കുന്നില്ല. ഏതായാലും അപ്പൊ ഇതാണ് സംഗതി. ഇവർ ഉദ്ദേശിക്കുന്ന ഇവർ കൊണ്ടുവരുന്ന വിഷയത്തിന്റെ സംഗതി ഇങ്ങനെ തന്നെ. ഇവർ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് ഖുർആനിലെയും ഹദീസിന്റെയും വാക്യങ്ങളെ ഇവർ വളച്ചൊടിച്ച് കൊണ്ടുവരും. തറാവീഹ് അല്ലാത്ത മറ്റൊരു ചോദ്യം ചോദിച്ചതാണ് ഈ ഹദീസിൽ ആയിഷ ബീവിയോട്. റമദാൻ അല്ലാത്ത മറ്റു സമയങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരം റമദാനിലാകുമ്പോൾ റക്അത്തുകൾ വർദ്ധിപ്പിക്കാറുണ്ടോ എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ആയിഷ ബീവി റദ്ദത്തു, അങ്ങനെ റമദാൻ അല്ലാത്ത നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ റമദാനിൽ പ്രത്യേകമായി വർദ്ധിപ്പിക്കാറൊന്നുമില്ല. മാ കാന യസീദു ഫീ റമദാന, റമദാനിലും കൂട്ടാറില്ല, വലാ ഫീ ഗൈരിഹി, റമദാൻ അല്ലാത്തപ്പോഴും കൂട്ടാറില്ല. അപ്പൊ റമദാൻ അല്ലാത്തപ്പോഴും കൂട്ടാറില്ല എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി? ഇത് റമദാൻ അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ് ചോദ്യം. ഞങ്ങളുടെ വാദം അതല്ല. ഞങ്ങളിപ്പോ തറാവീഹ് എന്ന വാദത്തിൽ ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് റമദാനിൽ മാത്രമുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ ചർച്ച തുടങ്ങിയത്. റമദാൻ അല്ലാത്തപ്പോഴുണ്ടോ റമദാനിൽ മാത്രമാണ് ചർച്ച പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിക്കണമെങ്കിൽ അത് തീരുമാനമാകണം. അപ്പൊ റമദാൻ അല്ലാത്തപ്പോഴുള്ള നിസ്കാരം അത് റമദാനിൽ കൂടാറുണ്ട് എന്ന ധാരണയെ ആയിഷ ബീവിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ആയിഷ ബീവി പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ ചോദിച്ച നിസ്കാരം അത് റമദാൻ ആയാലും റമദാൻ അല്ലാത്തപ്പോഴും കൂട്ടാറില്ല, അത് ആ 11 തന്നെ നിസ്കരിക്കാറുള്ളൂ എന്ന് ആയിഷ ബീവി പറഞ്ഞതാണ് ഇവർ ഉദ്ധരിക്കുന്ന ഈ ഹദീസിലുള്ളത്. എന്നാൽ ആ തറാവീഹിനെ കുറിച്ചുള്ള ഹദീസ് അല്ല അത് എന്നാണ് ആ ഹദീസിന്റെ മറുപടിയായി. നിങ്ങൾ പറയാൻ ചൂടായി ബാദശാഹി കണ്ണുരുട്ടി അതിനൊന്നും ആവശ്യമില്ല മൗലവിമാർ. നിങ്ങൾ പിന്നെ അല്ല ഇയാൾ പറഞ്ഞല്ലോ. പിന്നെ ഇവർ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം KNM, ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ പറയേണ്ട അധികാരം ഇത്രയും കാലം പെടുന്ന പുറത്തും ചോറ് നിന്നാൽ അങ്ങോട്ട് മാറിയതല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പരിശ്രമത്തിൽ പറയട്ടെ. ഒരാൾ ആധികാരിക വിഷയത്തിൽ ഇത് പറയാനുള്ള നിങ്ങളെക്കാളൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് പറയാം. അപ്പൊ ഞാൻ പറയുന്നത് ഇവർ ഓതിയ ഹദീസ് റമദാനിലായാലും അല്ലാത്തപ്പോഴും ആയിഷ ബീവി പറഞ്ഞ 11നേക്കാൾ കൂട്ടാറില്ല എന്ന് പറഞ്ഞ തറാവീഹിനെ കുറിച്ചല്ല, അത് അല്ലാത്ത മാസത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തെ കുറിച്ചാണ്. ഇത് കിതാബിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. എനിക്കാണെങ്കിൽ ആധികാരികളുണ്ട്. നേരത്തെ മുമ്പേക്ക് മാത്രമേ ഇതുമുണ്ടായി. ആധികാരികളുണ്ട്. ബാക്കിയുണ്ടാവും. അപ്പൊ അതിന് തർക്കിക്കുന്നില്ല. ഏതായാലും അങ്ങനത്തെ ഹദീസിലേക്ക് വന്നു. ഇപ്പൊ എന്താ ഇവിടെ വായിച്ച ഹദീസ് മാത്രം അത് എല്ലാം തീരുമാനമാണ്. അദ്ദേഹം വായിച്ച വളരെ കൃത്യമാണ്. ഞാൻ ഇവിടെ മറക്കുന്നതൊക്കെ ഓർമ്മാക്കി മറക്കൂലെന്ന് പറഞ്ഞു, എന്നിട്ടും മറന്നു. ഞാൻ ഹദീസിനെ ബാക്കി വായിക്കാനാ ഓർമ്മാക്കി, അതിന് വായിച്ചിട്ടില്ല. ആ മറന്നതാണ് എനിക്കറിയാം. അത് മറക്കാതൊക്കെ നേരത്തെ ഓർമ്മാക്കിയേ ഉള്ളൂ. നമ്മൾ നിങ്ങളെ വായി മറക്കൂലാണ്. ആയിക്കോട്ടെ, ശരി, സംഭവിച്ചു മറന്നിട്ടില്ല. ആ ബാക്കി വായിച്ചു. അപ്പൊ ഇതോടെ എല്ലാം തീരുമാനം. ഇപ്പൊ ചോദ്യം എന്താണ്? കൈഫക്കാന സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാന, റമദാനിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം ശരി അംഗീകരിക്കുന്നു. റമദാനിൽ ആ നിസ്കാരം കൂട്ടലുണ്ടോ ഇല്ലേ എന്ന ധാരണ ചോദിച്ചു. ഇല്ല, കൂട്ടലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ നിസ്കാരം റമദാനിലുണ്ട്, അല്ലാത്തപ്പോഴുണ്ട്. അങ്ങനത്തെ നിസ്കാരമാണ്. അതാ ഞങ്ങൾ പറഞ്ഞ അങ്ങനത്തെ നിസ്കാരം തന്നെയാണ്. റമദാനിലും അല്ലാത്തപ്പോഴുള്ള നിസ്കാരം ഞങ്ങൾ പറഞ്ഞപ്പോൾ കളിയാക്കി. ഇപ്പൊ 30 ഹദീസ് എന്താണത്? റമദാനിലുണ്ട്. ഇനി അത് തറാവീഹാണോ അല്ലേ എന്നല്ലേ പ്രശ്നമുള്ളൂ. പറഞ്ഞ ഹദീസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ നിസ്കാരം റമദാനിലുണ്ട്, അല്ലാത്തപ്പോഴുണ്ട്. റമദാനിൽ ജമാഅത്തായി നിർവഹിക്കുന്നു, അല്ലാത്തപ്പോൾ ജമാഅത്ത് നിർവഹിക്കുന്നില്ല. അപ്പൊ കുറെ കടയാത്ത റമദാൻ മാത്രമുണ്ട്. നിങ്ങളിപ്പോ മാറ്റി ഇപ്പൊ എന്തായി? 30 വായിച്ച ഹദീസിൽ 30 സ്ഥാപിച്ചത് ഇത് റമദാനിലും അല്ലാത്തപ്പോഴും ഒരേ നിസ്കാരം മാത്രമേ. ഇനി ഇവിടെ എന്താണ്? ആ നിസ്കാരം ഏതാന്നുള്ളതാണ്. തുടക്കത്തിൽ പറഞ്ഞതാണ് 11 ഹദീസ് വിത്രുബക്കാണ് കൊണ്ടുവന്നത്. 11 ഹദീസ് വിത്രാണ് എന്ന രൂപത്തിലാണ് ആദ്യം കൊണ്ടുവന്നത്. ഇപ്പോഴോ അത് തഹജ്ജുദാണെന്ന് പറഞ്ഞത്. ആ 11 ഹദീസ് അത് തഹജ്ജുദ് റമദാൻ അല്ലാത്ത നിസ്കരിക്കുക. തഹജ്ജുദ് റമദാനിൽ കൂട്ടലുണ്ടോ ചോദിച്ചതാണ്. അപ്പൊ തഹജ്ജുദും വിത്രും ഒന്നാണ് കിട്ടി. തഹജ്ജുദും വിത്രും ഒന്നാണെന്ന് കിട്ടി. ഇനി ആ ഹദീസ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹ് ബുഖാരി 2013 ഹദീസാണ് വായിച്ചത്.
ഈ 2013 നമ്മുടെ ഹദീസ് ഇമാം ബുഖാരി കൊടുത്ത അധ്യായം ഏതാണ്? കിതാബു സ്വലാത്തി തറാവീഹി. കിതാബു സ്വലാത്തി തറാവീഹി, തറാവീഹ് നിസ്കാരത്തിന്റെ അധ്യായം. തറാവീഹ് നിസ്കാരത്തിന്റെ അധ്യായം എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി കൊടുക്കുന്നു 2013 നമ്പർ ഹദീസായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ, സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബിവിയോട് ചോദിക്കുന്നു, കൈഫ കാന സ്വലാത്തു റസൂലില്ലാഹി കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന. റമളാനിൽ നബിയുടെ നിസ്കാരം എങ്ങനെയാണ്? അപ്പോൾ റമളാനിൽ പ്രത്യേക നിസ്കാരം നിസ്കരിക്കലുണ്ടോ? മൂപ്പനെ പറഞ്ഞത് റമളാനിൽ കൂട്ടലുണ്ടോ ചോദിച്ചാണ്, ഇല്ല. അപ്പോൾ റമളാനിൽ നബിയുടെ നിസ്കാരം എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ റമളാനെ പ്രത്യേക നിസ്കരിക്കില്ല. റമളാനിലും ശഅബാനിലും ശവ്വാലിലും റസൂലുള്ളാഹിയുടെ നിസ്കാരം പതിവ് തന്നെയാണ്. അപ്പൊ കൃത്യമായല്ലോ. ഇനി ആ നിസ്കാരം എത്രയാണോ അതിനെ ഹദീസിന്റെ ബാക്കി വായിക്കാൻ പറഞ്ഞത്. ആ ഹദീസിന് ഒരൽപ്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണാം യുസല്ലി അർബഅൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അപ്പൊ കിതാബ് ഇല്ലാതെ പറഞ്ഞു, ഇപ്പൊ കിതാബ് നോക്കി മതി. യുസല്ലി അർബഅൻ, നബി തങ്ങൾ 4 നിസ്കരിക്കും. ലാ തസൽ ഫലാ തസൽ അൻ യുസ്തഹിന്ന വതുലിഹിന്ന, അതിന്റെ ദൈർഘ്യവും ഭംഗിയും നീ ചോദിക്കരുത്. ثم يصلي 4 വീണ്ടും നമസ്കരിക്കും. ഫലാ തസൽ അൻ യുസ്തഹിന്ന വതുലിഹിന്ന, അതിന്റെ ദൈർഘ്യവും അതിന്റെ ഭംഗിയും ചോദിക്കരുത്. ثم يصلي 3 പിന്നെ 3 നിസ്കരിക്കും. അപ്പൊ എത്രയായി? 4 എന്നിട്ടാണ് ഫഖുൽതു, ഞാൻ ചോദിക്കും, യാ റസൂലല്ലാഹ് അതനാമു ഖബല അൻ തൂതിറ, നിങ്ങൾ വിത്റാക്കാതെ ഉറങ്ങുകയാണോ? വിത്റാക്കാതെ ഉറങ്ങുകയാണോ? അപ്പൊ എന്തായി? വിത്റും ആ നിസ്കാരം തന്നെയാണ്, തഹജ്ജുദും ആ നിസ്കാരം തന്നെയാണ്, തറാവീഹും ആ നിസ്കാരം തന്നെയാണ്. ഇനി വേണേ ഖിയാം റമളാൻ എന്നും പറയാം. എന്തുകൊണ്ട്? ഇമാം ബുഖാരി കൊടുത്ത ബാബിൽ കാണാം, ബാബു ഫദ്ലി മൻ ഖാമ റമളാന. കിതാബ് തറാവീഹിലെ 1ാമത്തെ ബാബ്, ബാബു ഫദ്ലി മൻ ഖാമ റമളാന, റമളാൻ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം. അതിൽ ഇമാം ബുഖാരി കൊടുത്ത തൊട്ടടുത്ത വാചകം ഖാമ റമളാൻ എന്ന് പറഞ്ഞാൽ വൽ മുറാദു മിൻ ഖിയാമിൽ ലൈലി, ഖിയാമുൽ ലൈലി എന്ന ഉദ്ദേശം മാ യഹ്സുലു ബിഹി മുതലഖുൽ ഖിയാമി, ഖിയാം എന്ന് പറയാൻ എന്തിനെ പറ്റുമോ അതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് കമാ ഖദ്ദംനാഹു ഫി തഹജ്ജുദി സവാഅൻ, തഹജ്ജുദ് അധ്യായത്തിലും ഇതേപോലെ നാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തഹജ്ജുദ് അധ്യായത്തിൽ ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്, കിതാബുകളുണ്ട്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ പറഞ്ഞത് ഫത്ഹുൽ ബാരി 4-ാം പാഠത്തിൽ, ഫത്ഹുൽ ബാരി 4-ാം പാഠത്തിൽ തഹജ്ജുദ് എന്ന അധ്യായമുണ്ട്. തഹജ്ജുദ് എന്ന അധ്യായത്തിലും ഇതേ ഹദീസ് കൊടുക്കുന്നു. തഹജ്ജുദ് എന്ന അധ്യായത്തിലും ഇതേ ഹദീസ് കൊടുക്കുന്നു. അവിടെയും പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം 11 എന്ന് ആ തഹജ്ജുദ് അധ്യായത്തിലും കൊടുക്കുന്നു. അതേ ഹദീസ് ഇവിടെ വീണ്ടും കൊടുക്കുന്നു സൂറത്തുൽ തറാവീഹ് എന്ന അധ്യായത്തിൽ. എന്നിട്ട് പറയുന്നു വദക്കൻ നബവി, ഇമാം നബവി പറഞ്ഞിട്ടുണ്ട്, അന്നൽ മുറാദ ബി ഖിയാം റമളാന, ഖിയാം റമളാൻ കൊണ്ട് ഉദ്ദേശം. ചോദ്യം എന്താണ്? കൈഫ കാന സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന, റമളാൻ നിസ്കാരം എങ്ങനെയാണെന്ന ചോദ്യം. ഇമാം നബവി പറയുന്നു അന്നൽ മുറാദ ബി ഖിയാം റമളാൻ, ഖിയാം റമളാന്റെ ഉദ്ദേശം സ്വലാത്തു തറാവീഹ്, തറാവീഹ് നിസ്കാരമാണ്. അപ്പൊ എല്ലാം ക്ലിയറാണ്. തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നതും വിത്ർ എന്ന് പറയുന്നതും തഹജ്ജുദ് എന്ന് പറയുന്നതും ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നതും ഖിയാം റമളാൻ എന്ന് പറയുന്നതും എല്ലാം ഒരേ നിസ്കാരമാണ്. വ്യത്യസ്ത കാരണങ്ങളാൽ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നു. അത് അദ്ദേഹം വായിച്ചതുകൊണ്ട് തെളിഞ്ഞു, ഞങ്ങൾ പറഞ്ഞതും തെളിഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മൾ 1 മണി തീരുമാനിച്ച സമയം വളരെ കൃത്യമാണ്. നമ്മൾ 12 തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തെളിയില്ലായിരുന്നു. 1 മണി തീരുമാനിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് തീരുമാനമായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചോദിക്കാം, ഇതിപ്പോ ഈ ഹദീസിൽ വായിച്ചു അർത്ഥം വെച്ചു, അർത്ഥം അങ്ങനെ തന്നെ സംഭവിച്ചു, അതിൽ പ്രശ്നമൊന്നുമില്ല, അർത്ഥം അങ്ങനെ തന്നെയാണ്. ഇനിയുള്ള പ്രശ്നം ഇത് അദ്ദേഹം തറാവീഹ് അല്ല എന്നാണ് വാദമെങ്കിൽ നമ്മളൊപ്പം ചർച്ച. ഇപ്പോൾ തറാവീഹ് അല്ല, ഇത് റമദാൻ അല്ലാത്തപ്പോഴുള്ള വേറെ നിസ്കാരം റമദാനിൽ പ്രത്യേക കൂട്ടലുണ്ടോ എന്നാണെങ്കിൽ റമദാനിൽ ഈ 11 ഉണ്ട് ഉറപ്പായി. ഈ 11 റമദാനിലുണ്ട്. അത് തഹജ്ജുദ് ആണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കോട്ടെ, റമദാനിലെ തഹജ്ജുദ് 11 ഇനി ആ തഹജ്ജുദിന് പുറമെ ഈ തഹജ്ജുദിന് പുറമെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ തറാവീഹ് 20 വേറെ നിസ്കരിച്ച സ്വഹീഹായ ഹദീസുണ്ട്. ഈ 11 പുറമെ ഈ 11 അതിന് പുറമെ തറാവീഹ് 20 വേറെ റമദാനിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ച സ്വഹീഹായ ഒരൊറ്റ ഹദീസ് ബുഖാരിയിൽ തന്നെ വേണമെന്നില്ല, അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഹദീസ് കിതാബിലുണ്ട് സ്വഹീഹായ ഉദ്ധരിക്കപ്പെട്ട ഒരൊറ്റ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ ഈ 11 പുറമെ 20 തറാവീഹ് നിസ്കരിച്ച വല്ലതുണ്ടോ? അതും കൂടി പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല.
പൂജ മനസ്സിലിരുന്നോട്ടെ. അപ്പോഴേ ഇയാള് പറഞ്ഞു ഞാൻ മറന്നതല്ല, ആര്യത്തിന്റെ വായിക്കാൻ മറന്നതല്ല, പിന്നെ ഒഴിവാക്കിയത് അത് ആവശ്യമില്ല. ഇവിടെ നമുക്കത് ആവശ്യമില്ല. ഇവിടെ എത്ര ആവശ്യമുള്ളൂ? ഇവര് നേരത്തെ അയാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വെല്ലുവിളിക്കുന്നൊക്കെ പറഞ്ഞ ഡെസ്പാണ്ടായിക്കല്ലോ, അതിനെ കുറിച്ച് വിശദീകരിക്കണം എന്ന് പറഞ്ഞു. അയാൾ വായിച്ച ഭാഗത്തിന് വായിച്ചർത്ഥം വെച്ചു. അയാൾ വായിച്ച് എന്നുള്ള ആ ഭാഗമായിരുന്നു, അത് വായിച്ച് അർത്ഥം വെച്ച് കഴിഞ്ഞു. അതിന് ബാക്കി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ മറന്നതല്ല, ഞാൻ കൽപ്പിച്ചിട്ട് ഒഴിവാക്കിയതിനാണ്. ഞങ്ങൾ വിഷയത്തിലേക്ക് വരാം. ഏതായാലും ഇയാൾ സ്വന്തം ന്യായങ്ങൾ സമർപ്പിക്കുന്നത് ഈ ഹദീസ് അത് തറാവിയെ കുറിച്ച് തന്നെയാണ് എന്നത് ഇയാളെ കണ്ടുപിടുത്തങ്ങളാണ്. ഇമാം ബുഖാരി കിതാബുൽ പിന്നെ തറാവിയ എന്ന ഇതിനാ കൊണ്ടുവന്നത്. ബാബുമൻ കാമ റമദാൻ പിന്നെ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇയാളെ ന്യായീകരണമാണ്. ഞാൻ വായിച്ചത് എന്റെ സ്വന്തം അഭിപ്രായമല്ലോ, ഞാൻ അതാ വായിച്ചത്. നേരത്തെ പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാ. എന്ത് ഈ പറഞ്ഞ ബുഖാരിനെ കുറിച്ചല്ല. പിന്നെയോ അന്നഹു യഹ്തമിലു യകൂന സാഹിബ് തന്നെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅല്ലഹു കാന യജ്ദു ഫീ തഹജ്ജുദി റമദാന അലാമാ യതഹജ്ജദു ഫീ ഗൈരിഹി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇയാൾ വായിച്ചതാണെങ്കിലോ സ്വന്തമായിട്ട് ഇത്തിഹാദൊക്കെ നടത്തിയിട്ട് വലിയ ആളായി നോക്കുകയാണ്. അതിനൊന്നും ആയിട്ടില്ല മൗലവി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇയാൾ പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞു, റമദാനിലും അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ് ഈ ചോദ്യം. ശരിയാ, വളരെ കറക്റ്റായി. റമദാനിലും അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ് ചോദ്യം. അത് തറാവീഹ് അല്ല ഞങ്ങൾ പറയുന്നത്. അത് തറാവീഹ് അല്ല, മറ്റൊരു നിസ്കാരമാണ്. തറാവീഹ് ആണെങ്കിലോ അത് റമദാനിൽ മാത്രമേ ഉള്ളൂ, അതിന് വേറെ തെളിവാണ്. ഇതല്ലാതെ ഇത് വിത്റിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു തഹജ്ജുദിനെ കുറിച്ചോ മറ്റുമൊക്കെ പറഞ്ഞ ഹദീസുകൾ കൊണ്ടുവന്നിട്ട് അത് തറാവീഹിനുള്ള തെളിവാക്കൽ എങ്ങനെയാണ്? ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ അരിക്ക് എത്ര റുപ്യ വെച്ച് കടയിൽ പോയിട്ട് അരിക്ക് 24 റുപ്യ ഇടുന്നത്, ഇയാൾ വരിപ്പെട്ട് വന്താരക്ക് 24 റുപ്യ ഇടുന്നത്, അത് പറയാൻ പറ്റുമോ? ചോദിച്ചതിന്റെ മറുപടി ആ ചോദിച്ചതിനെ കുറിച്ച് അത് ബാധകാക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയേണ്ടത് ഇയാളിപ്പോ പറഞ്ഞ ഈ ഹദീസിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. എന്ത് അന്നഹു യഹ്തമിലു അൻ യകൂന സാഹിബു ലഅന്ന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅല്ലഹു കാന യജ്ദു ഫീ തഹജ്ജുദി റമദാന റമദാനിൽ തഹജ്ജുദിലൊക്കെ ഏറ്റവും വരുത്താനുണ്ടായിരുന്നു എന്ന ആ ചോദ്യത്തിനാണ് ആയിഷയുടെ മറുപടി റമദാനിലായാലും അല്ലാത്തപ്പോഴും അതിൽ ഏറ്റവും വരുത്താനില്ല. പിന്നെ ചർച്ചയിലുള്ള ഈ തറാവീഹിന്റെ ചർച്ചയോ അത് ഈ ഹദീസായിട്ട് ബന്ധമല്ല. പിന്നെ ആൾ പറയുന്നുണ്ടാവോ ഇത് ബന്ധം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ബുഖാരി ഇമാം കിതാബുൽ തറാവീഹിലാണ് ഇത് കൊണ്ടുവന്നത്. അതിനൊക്കെ ബുഖാരിന്റെ ആ ബാബൊക്കെ ഇടുന്ന ആ രൂപങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നാൽ മതി പോലും. ഇമാം ബുഖാരിയുടെ പിന്നെ ശൈലി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഗ്രന്ഥങ്ങളിലുള്ള ബാബുകളിലുള്ള ഹദീസുകൾ അതിന്റെ ഈ ബാബും അതിന്റെ ശേഷം കൊണ്ടുവന്ന ഹദീസും തമ്മിൽ ചിലപ്പോൾ നമുക്ക് തോന്നിയാൽ ബന്ധം പിന്നെ ബാഹ്യത്തിന് തോന്നുകയില്ല, മനസ്സിലാവുക. അങ്ങനെയൊക്കെയാണ് ഇമാം ബുഖാരിയുടെ ശൈലി. അതിന് മാത്രമൊക്കെ വിവരമുള്ള ആൾക്കാർക്ക് തീരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ഈ ബാബും ഈ ഹദീസും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാൻ വേണ്ടി മാത്രം പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാബുകളും ഈ ഹദീസും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാൻ വേണ്ടി മാത്രം അത് വിശദീകരിക്കണമെങ്കിൽ തന്നെ അവരെ പഠിക്കണം. അങ്ങനെയാണ് ഇമാം ബുഖാരിന്റെ ഒക്കെ ശൈലിയുള്ളത്. അതുകൊണ്ട് ബുഖാരി ഇമാമിന്റെ പിന്നെ ബാബുന് ഒരു ഹദീസ് കൊണ്ടുപോഴേക്ക് നമുക്ക് തിരുനാശത്ത് പറയല്ല വേണ്ടത്. പണ്ഡിതന്മാർ അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അത് റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ ഉള്ള മറ്റൊരു നിസ്കാരത്തിനെ കുറിച്ചുള്ള ചോദ്യമാണ്. നമ്മളെ ചർച്ച റമദാനിൽ മാത്രമുള്ള തറാവീഹിനെ കുറിച്ചാണ്. അതിനാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞിരുന്നത് ഈ ഒരു ചർച്ച തീരുമാനമാക്കണം, റമദാനിൽ മാത്രം ഉണ്ടോ ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനായിരുന്നു. അപ്പോ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി ഇതാണ്. എന്ത്? ഈ പറഞ്ഞ ഹദീസ് അത് തറാവീഹിനെ കുറിച്ചാണ് എന്നതിന് നിങ്ങൾക്ക് രേഖ എന്തുണ്ട്? നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനങ്ങൾ വേണ്ട, നിങ്ങളുടെ സ്വന്തം ഇത്തിഹാദും ഗവേഷണങ്ങളും വേണ്ട, മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതുണ്ടോ അല്ലെങ്കിൽ ആ ഹദീസിലുണ്ടോ അതൊക്കെ നിങ്ങൾ തെളിയിക്കേണ്ടത്. ഒരു ഹദീസ് വായിച്ചു എന്നിട്ട് നിങ്ങളുടെ സ്വന്തം വക വ്യാഖ്യാനം നമുക്ക് യാതൊരു ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ പുറത്ത് വേറെ സ്വന്തം വ്യാഖ്യാനിക്കും, അപ്പുറത്ത് വേറെ സ്വന്തം വ്യാഖ്യാനിക്കും. അതൊരു കഥയില്ല. പണ്ഡിതന്മാർ വിവരമുള്ള ആളുകൾ ഇത് തറാവീഹിനെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് മറ്റൊന്നിനെ കുറിച്ച് പറഞ്ഞൊരു ഹദീസ് എടുത്തിട്ട് അത് തറാവീഹിന് തെളിവാക്കുന്നത് ശരിയല്ല സുഹൃത്തെ. ആളുകളെ കബളിപ്പിക്കരുത് എന്ന് അത് പറയാറുള്ളൂ. അതുകൊണ്ട് തറാവീഹിനെ കുറിച്ച് അല്ല എന്നാണ് അതിനെ കുറിച്ച് പറയാറുള്ളത്. യഥാർത്ഥ സഹോദരൻ, എൻ്റെ വക ഒരു വ്യാഖ്യാനം ഞാൻ പഠിക്കുന്നു. ഒരു വ്യാഖ്യാനം എൻ്റെ വക ഞാൻ ഇത്രയും സമയം സംസാരിച്ചു, 10 മിനിറ്റ് സംസാരിച്ചു. കിതാബ് എടുത്ത് വായിച്ച് അതിന്റെ ഹദീസും അതിന്റെ ഷറഹും അടക്കം വായിച്ചാണ്. ഇപ്പൊ പറഞ്ഞെന്താ ഇത് ഞാൻ ഒപ്പിച്ചുണ്ടാക്കേണ്ടതില്ല. ഇമാം ബുഖാരിക്ക് ബാബറിനെ പോലെ കിട്ടിയിട്ടില്ല. എന്നാ ഇമാം ബുഖാരിക്ക് ബാബറിനെ പോലത്തത് ഇവിടെ കിതാബ് തറാവീഹ് എന്ന അധ്യായം, കിതാബ് സ്വലാത്ത് തറാവീഹ് എന്ന അധ്യായം, ആ അധ്യായത്തിൽ ഈ ഹദീസ് കൊടുത്തത് തറാവീഹുമായി ബന്ധമുണ്ടായിട്ടല്ല എന്നാണോ നിങ്ങളുടെ വാദം? തറാവീഹുമായി ബന്ധമില്ലാതെ ഹദീസ് കൊടുത്തതാണോ? ഞങ്ങളുടെ പഴയകാല പണ്ഡിതന്മാർ പറഞ്ഞ ഓരോ വാക്ക് തെളിവല്ല, ഒരു തെളിവ് എന്ത് പറഞ്ഞോ ആ തെളിവാണ് പ്രധാനം. ഓരോ വാക്കിനെ തെളിവ് എന്നതുകൊണ്ട് ഞങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ അംഗീകരിച്ചു. ഇപ്പൊ നിങ്ങളോ ഇമാം ബുഖാരിക്ക് തെറ്റിയെന്ന് നിർവഹിക്കുന്നു. ഇമാം ബുഖാരിക്ക് തെറ്റി സംഭവിക്കുന്നു. എന്താ ഇമാം ബുഖാരി കൊടുത്ത അദ്ദേഹം എന്താ? കിതാബു സ്വലാത്തി തറാവീഹി.
തറാവീഹ് നമസ്കാരത്തിനെ പറ്റി പറയുന്ന അധ്യായം. അതിൽ അതീത 11 വർദ്ധിപ്പിച്ചിട്ടില്ല. അത് മാറുമായിട്ട് ബന്ധമുണ്ടാകുന്നില്ല. എന്താ ഇമാം ബുഖാരി റിയാസുദ്ദീൻ പഠിച്ചാ അപ്പൊ അതാണ്. പിന്നെ ഞങ്ങൾ എന്താണ് ഈ ഹദീസ് തറാവീഹിനെ പറ്റിയാണ് പറയാൻ വെക്കുന്ന തെളിവുകളാണ്. അതല്ലേ ചോദ്യം? ഈ ഹദീസ് തറാവീഹിനെ പറ്റിയാണ് പറയാൻ തെളിവ് എന്താണ്? വായിച്ചേക്കാം. ഫത്ഹുൽ ബാരിന്റെ വകല്ല. ഫത്ഹുൽ ബാരിയിൽ ഇതേ ഹദീസിനെ എന്ന് നിങ്ങളും ഞങ്ങളും വായിച്ച അതേ ഹദീസിന് ഇമാം അസ്ഖലാനി ഷാഫി മദ്ഹബിനായ പണ്ഡിതൻ, ഇമാം ബുഖാരിക്ക് ഏറ്റവും പ്രാമാണികമായ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം രചിച്ച ഫത്ഹുൽ ബാരി അതിന്റെ 6-ാം പാഠത്തിൽ അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തി 12-ാമത്തെ പേജിൽ അതേ ഹദീസിന് ഏത് മാ കാന യസീദ് ഖൗലുഹു മാ കാന യസീദ് ഫീ റമദാന ഇലാ ആഖിരിഹി റമദാനോ അല്ലാത്തപ്പോഴോ വർദ്ധിപ്പിക്കാറില്ല എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്റെ വകല്ല. റമദാനോ അല്ലാത്തപ്പോഴോ വർദ്ധിപ്പിക്കാറില്ല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തഖദ്ദമൽ കലാമു അലൈഹി, അത് വിശദമായ അബ്വാബ് തഹജ്ജുദിന്റെ ബാബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു അമ്മാ മാ റവാഹു ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട് മിൻ ഹദീസ് ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് തങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ റമദാനിൽ 20 റക്അത്തും വിത്റും നിസ്കരിക്കാമെന്ന റിപ്പോർട്ടുണ്ട്. പക്ഷേ 2 കാരണങ്ങൾ കൊണ്ട് സ്വീകാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ 20 റക്അത്തും വിത്റും റമദാൻ നിസ്കരിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് 2 കാരണം കൊണ്ട് സ്വീകാര്യമല്ല റിപ്പോർട്ട്. ഒന്ന് ഫഇസ്നാദുഹു ദഈഫുൻ, അതിന് ദുർബല സനദ് പറയേണ്ട ആവശ്യമില്ല. മുടിന്നപ്പോ എല്ലാവർക്കും പഠിച്ച സനദ്, ആ സനദ് ദഈഫാണ്. ഫഇസ്നാദുഹു ദഈഫുൻ, അതിന്റെ സനദ് ദുർബലമാണ്, സ്വീകാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ ന്യായം എന്താണ്? വഖദ് ആറവഹു, 20 റക്അത്തും വിത്ർ നിസ്കരിച്ചു എന്ന ഹദീസിന് എതിരാണ് ഹദീസു ആയിഷ ബീവിന്റെ ഈ ഹദീസ് അതിനെതിരാണ്. ഈ ഹദീസോ അല്ലദീ ഫിസ് സ്വഹീഹൈനി, ബുഖാരിയും മുസ്ലിമിലും എന്നാണ് ഈ ഹദീസ്. ഇത് അതിന് എതിരുമാണ്. 2 കാരണം. അല്ലാഹു നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് ദഈഫാണ്, സ്വഹീഹല്ല. മറ്റൊന്ന് ബുഖാരിയിലും മുസ്ലിമിലും അല്ലാഹു നിസ്കാരം വന്നത് 11 അതുകൊണ്ടും 20 റിപ്പോർട്ട് സ്വീകാര്യമല്ല. അപ്പൊ അസ്കാരിക്ക് എന്താ മനസ്സിലായത്? ഇത് തറാവീഹ് ആണെന്നോ അല്ലാന്നോ? ഈ 11 എന്ന് പറഞ്ഞ തറാവീഹ് ആണെന്നോ അല്ലാന്നോ എന്താ മനസ്സിലായത് എന്ന് ഒന്നുകൂടെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ രാത്രി എന്തൊക്കെ ചെയ്യുമെന്ന് എല്ലാവരെക്കാളും അറിയുക ആയിഷ ബീവിക്കാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ രാത്രി അവസ്ഥകൾ എല്ലാവരെക്കാളും അറിയുക ആയിഷ ബീവിക്കാണല്ലോ. ആ ആയിഷ ബീവി പറഞ്ഞത് 11 എന്നാണ്. പിന്നെ ഇബ്നു അബ്ബാസ് 20 പറഞ്ഞാല് സ്വീകരിക്കാൻ പറ്റില്ല. 2 കാരണം. ഒന്ന്, ആയിഷ ബീവി പറഞ്ഞത് ബുഖാരി മുസ്ലിമിലുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചതാണ്, സനദ് സ്വഹീഹ് അല്ലതാനും ഇതിന് വിരുദ്ധമാണതാണ്. അപ്പൊ ഇത് തറാവീഹിനെ പറ്റി ഞാൻ പറഞ്ഞിപ്പിച്ചിട്ടില്ല. നിങ്ങളെ വായി ഒപ്പിക്കണം നമുക്കില്ല. ഇന്ന വായിക്കുമ്പോൾ ഓതികൾ ഇസ്തിഗാസ ചെയ്യാനും ഓതിയിട്ട് ആരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പരിപാടി അത് നമുക്കില്ല. അത് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് പോകുന്നത്. എനിക്കതൊരു ആധികാരികളുണ്ടെന്ന് പറയാം. അപ്പൊ ഏതാണ് ഈ ഹദീസ് തറാവീഹിനെ പറ്റിയാണ് എന്ന് തെളിവെന്ത് നമ്മൾ ചോദിച്ചത്? ആ തെളിവാണ് പറഞ്ഞത്. ഇനി ഫത്ഹുൽ ബാരി എന്തെങ്കിലും പറയാം. അതിന്റെ ബാക്കി ഞാൻ മറന്നതോ നിങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അല്ലെങ്കിൽ ഇത് സംഭവിച്ചാണ്ട് നല്ലൊരു ഈ മനുഷ്യന്മാരെ രക്ഷപ്പെടുത്തിക്കൂടെ? മറ്റൊന്ന്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ബാക്കിയാണ്. ഇത് തറാവീഹ് അല്ലെങ്കിൽ ഇതിപ്പോ മിത്ര തഹജ്ജുദ് മൂപ്പർക്ക് പരിഷ്കാരാവില്ല. കാരണം ആ തഹജ്ജുദ് പറഞ്ഞു ചെയ്തു. ഇപ്പൊ തഹജ്ജുദ് മിത്ര ഒന്നിട്ട് ചോദിച്ചാൽ കുടിമോനൊക്കെ ഉള്ളുണ്ട്. അവിടുന്ന് കൊടുത്ത ട്രെയിനിങ് വിട്ടങ്ങൾ ഇപ്പൊ ആ ചോദ്യം ബാക്കിയാണ്. ഇത് തറാവീഹ് അല്ലെങ്കിൽ, ഈ പറഞ്ഞ തറാവീഹ് അല്ലെങ്കിൽ, ഇത് മിത്രോ തഹജ്ജുദോ ആണെങ്കിൽ ഇതിന് പുറമെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ തറാവീഹ് 20 വേറെ നിസ്കരിച്ചത് എവിടെ? അല്ലെങ്കിൽ അള്ളാഹു തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയാനില്ല. അള്ളാഹു റസൂല് ഈ 11 പുറമെ തറാവീഹ് നിസ്കരിച്ചു എന്ന ഹദീസ് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടത് നിങ്ങൾ കാണിക്കുമോ? നാട്ടിൽ ചോദിച്ചിരുന്നു. ഇപ്പൊ അവരെ വിട്ടുപോയതായിരിക്കും മനഃപൂർവ്വം. അത് ഇനി വിട്ടുപോയത് നിങ്ങൾ പറയുന്നത്. ഇയാളിപ്പോ ഏകദേശം പിന്നെ ഫത്ഹുൽ ബാരിന്റെ ഇബാറത്താണ് വായിച്ചത്. എന്താ പറഞ്ഞത്?
ഫത്ഹുൽ പറഞ്ഞ അദ്ദേഹം വായിച്ചർത്ഥം വെച്ചു അമ്മാമ റവാഹു ഇബ്നു അബീ ശൈബ ബിൻ ഹദീസ് ഇബ്നു അബ്ബാസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമളാൻ 20 റകഅത്തൻ ഫിത്ർ ഫഇസ്നാദുഹു ളഈഫുൻ വഖദ അറദഹു ഹദീസ് ആയിഷത ഹാദാ അല്ലദി ഫി സ്വഹീഹൈനി മഅ ഖൗലിഹാ അല ബി ഹാലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈല മിൻ ഗൈരിഹാ ഇതാണ് ആയിഷ ബി പറഞ്ഞത് അർത്ഥം പറയാം അർത്ഥം കാണാം മനസ്സിലാ അറിയില്ലേ കുറച്ചോളി അമ്മാമ റവാഹു ഇബ്നു അബീ ശൈബ അപ്പോൾ ഇബ്നു അബീ ശൈബ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ട് ഹദീസിന്റെ ധരിക്കുന്ന പണ്ഡിതനാണ് ആ ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച ഒരു ഹദീസിനെ കുറിച്ച് പറയാണ് ആ ഹദീസ് അമ്മാമ റവാഹു ഇബ്നു അബീ ശൈബ അപ്പോൾ ഇബ്നു അബീ ശൈബ എന്ന പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് ആകുന്നത് ഏതാ ഹദീസ് മിൻ ഹദീസ് ഇബ്നു അബ്ബാസിൻ ഇബ്നു അബ്ബാസിനെ തൊട്ടുള്ള ഹദീസ് ഉണ്ട് ഇത് ആയിഷ ബിൻ തൊട്ടുള്ള ഹദീസാണ് ഇബ്നു അബ്ബാസിനെ തൊട്ട് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിൽ എന്താ ഉള്ളത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമളാന 20 റകഅത്തൻ ഫിത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ മാസത്തിൽ 20 റകഅത്തും വിത്റും നിസ്കരിച്ചിരുന്നു എന്ന അർത്ഥമുള്ള ഒരു ഹദീസ് എന്ന ഹദീസ് ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിച്ചത് ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് പറയുന്നു ആ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് പറയാം ഫൈസ്നാദുഹു ളഈഫുൻ ആ ഹദീസിന്റെ പരമ്പര ളഈഫാണ് ഏതായാലും മുടിയുടെ വിഷയം വന്നിട്ട് ളഈഫ് ഞങ്ങൾ പറഞ്ഞിരുന്നു തിരിഞ്ഞു സംഭവിച്ചില്ല അപ്പൊ അതുകൊണ്ട് ആ ഹദീസിന്റെ പരമ്പര ളഈഫാണ് ഈ ഒരു ഹദീസ് മാത്രമേ നമുക്ക് തറാവി 20 തെളിവ് ആ ഒരു ഹദീസ് മാത്രമാണ് തറാവി 20 ആണ് എന്നതിന്റെ തെളിവ് എങ്കിൽ അത് ളഈഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് തറാവി 20 അല്ലാന്ന് കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോ തറാവി 20 ആണ് എന്ന് പറയാനുള്ള തെളിവായിട്ട് കൊണ്ടുവന്നത് ഇബ്നു അബ്ബാസ് ആ ളഈഫായ ഹദീസ് അല്ല ഇപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളെ കയ്യിൽ 20 ആണെന്നുള്ള തെളിവ് വേറെയാണ് അപ്പോ പിന്നെയുള്ള ഹദീസ് 2012 നമ്പർ ഹദീസ് 2012 ആ 2012 നമ്പർ ഹദീസ് ആ 12ാമത്തെ ഹദീസ് എന്താ പറയുന്നത് കിതാബ് തറാവീഹ് തന്നെ ഉണ്ട് അതുകൊണ്ട് തറാവീഹിനെ കുറിച്ചാണ് ഉറപ്പായില്ല തറാവീഹിനെ കുറിച്ചാണ് ചർച്ച കാരണം കിതാബ് തറാവീഹാണ് അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ അപ്പൊ എന്താണ് ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി പള്ളിയിൽ നിസ്കരിച്ചു ആളുകൾ പുറകിലുണ്ടായിരുന്നു അങ്ങനെ പള്ളി നിറഞ്ഞു രണ്ടാമത്തെ രാത്രി ആയപ്പോ രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചിട്ട് പിന്നത്തെ ദിവസം രണ്ടാമത്തെ നിസ്കരിച്ച രാത്രി അന്ന് പള്ളി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ആളുകൾ കൂടി പിന്നത്തെ ദിവസമായപ്പോ വിശ്വങ്ങളുടെ പള്ളി നിറഞ്ഞു കവിഞ്ഞു ആളുകൾ വളരെ കൂടിയതാണ് അങ്ങനെയുള്ള ഒരു റമദാനിൽ അറിയാം റമദാൻ നമുക്ക് വിശദീകരിച്ചത് അപ്പൊ പറയാം എന്നിട്ട് പറയണേ അങ്ങനെ തങ്ങൾ നിസ്കരിച്ചു ഈ നിസ്കാരം ആ നിസ്കാരത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ നിസ്കാരത്തിനെ കുറിച്ച് അതിന്റെ തൊട്ടുമുമ്പുള്ള ഹദീസ് 2010 നമ്പർ ഹദീസ് 2010 നമ്പർ ഹദീസ് നോക്ക് നിങ്ങൾ 2010 എന്താ പറയുന്നത് ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായപ്പോ ഉമർ തങ്ങൾ പള്ളിയിലേക്ക് വന്നു നോക്കിയപ്പോ ഈ നിസ്കാരം ആളുകളൊക്കെ ഒറ്റക്കൊറ്റക്കായിട്ട് അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ ജമാഅത്തായിട്ടല്ല നടത്തുന്നത് ജമാഅത്തൊക്കെ അവിടെ ഇവിടെ ഉണ്ട് ഇങ്ങനെ ഉമർ തങ്ങളുടെ കാലത്ത് ഉമർ തങ്ങൾ പള്ളിയിലേക്ക് വന്നപ്പോ ഇങ്ങനെ അവിടെ ഇവിടെ ഒറ്റക്കൊറ്റക്കായിട്ട് നിസ്കരിക്കുന്നത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ ആളുകളെ മുഴുവനും വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിസ്കരിച്ചത് കണ്ടു പഠിച്ച ആളാണ് തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നും ഉമർ തങ്ങളെ നിങ്ങൾ പിൻപറ്റണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാ ആ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു ഈ ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഇമാമിന്റെ കീഴിലായിട്ട് അത് 20 റക്അത്തായിട്ട് തുടർത്തിയിട്ടുണ്ട് ആ നിസ്കാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്നും നിങ്ങൾ പിൻപറ്റണമെന്നും ഒക്കെ പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പഠിപ്പിച്ചതാണ് എന്ത് ഈ കൽപ്പിച്ചതുപോലെ 20 റക്അത്തായിട്ട് നിസ്കരിക്കണം അത് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമിന്റെ കീഴിൽ 20 റക്അത്തായിട്ട് ഒരൊറ്റ ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കാരം നിലനിർത്തിയിട്ടുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെ മുഴുവനും 20 ആയിട്ട് നിസ്കരിച്ചത് ഇനിയിപ്പോ ഇയാൾ ഫത്ഹുൽ ബാരിയുള്ള വായിച്ചത് എന്തിന് 20 അല്ലാന്നുള്ളത് ഈ ഫത്ഹുൽ ബാരി ഉണ്ടാക്കി ഇബ്നു ഹജർ അസ്ഖലാനി ഷാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനാ ഇബ്നു ഹജർ അസ്ഖലാനി ഷാഫിഈ മദ്ഹബുകാരനായ ആളായെങ്ങനെ ഷാഫിഈ മദ്ഹബിലുള്ള 20 റക്അത്ത് തറാവീഹ് ഒഴിവാക്കിയിരുന്നു എന്നാണ് നിങ്ങൾ വാദം ഷാഫിഈ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു 20 റക്അത്ത് അംഗീകരിച്ചിരുന്നു ആണോ അല്ല എന്നാണോ യഥാർത്ഥത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി ചർച്ച എന്താണ് അത് ഈ ഹദീസിന്റെ ചർച്ച മാത്രമാണ് തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം എത്ര എന്ന ചർച്ചയിലല്ല കൊണ്ടുവന്നത് അത് വേറെ ചില വിഷയങ്ങളൊന്നും പഠിക്കാനുണ്ട് എന്താ ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ ഹദീസിന്റെ ലാഹിറും ബാത്തിനും ഉണ്ടാവും ചിലപ്പോൾ ലാഹിറുള്ള ഉദ്ദേശം നമുക്ക് തീരുന്നത് ചിലപ്പോൾ ഒന്നായിരിക്കും അതിന്റെ യഥാർത്ഥ ആശയം മറ്റൊന്നായിരിക്കും
അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് തെളിവായിട്ട് പറയാനുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരൊറ്റ ജമാഅത്തായിട്ട് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഈ തറാവീഹ് നിസ്കാരം നിലനിർത്തിയത് 20 റക്അത്തായിട്ടായിരുന്നു. ആ 20 റക്അത്ത് പിന്നീട് അങ്ങനെ നിലനിന്നു വന്നു. അത് അവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അങ്ങനെ നിലനിൽക്കലാണ് മുസ്ലിം സമുദായത്തിലെ പതിവ് എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പതിവിന്റെ മേൽ നിലനിൽക്കാൻ വേണ്ടിയാണ് 20 റക്അത്ത് നിസ്കരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ 2012 നമ്മൾ ഹദീസ് വായിച്ചു. സ്വഹീഹ് ബുഖാരി 2012 ഹദീസ് വായിച്ചു. അദ്ദേഹം 2010 നമ്മൾ ഹദീസ് ഇപ്പോൾ അപ്പുറത്തും വായിച്ചു. അല്ലാഹുവിന്റെ റസൂല് റമളാനിൽ ജമാഅത്തായി നിസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് സ്വഹീഹ് ബുഖാരി 2012 ഹദീസ്. എന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? 2012 ഹദീസ്. എന്ന് അദ്ദേഹം ഞാൻ നേരത്തെ വായിച്ച 13, അദ്ദേഹം ആദ്യം വായിച്ച 12, പിന്നെ അപ്പുറത്തെ ഹദീസ് 2010. അതിൽ നിന്നിട്ട് ഉമർ ഖത്താബ് ഈ ജമാഅത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഈ സംസാരം കേട്ട ആളുകൾക്കൊക്കെ തോന്നിയത് എന്താണ്? 2010 നമ്മൾ ഹദീസിൽ ഉമർ ഖത്താബ് 20 റക്അത്ത് ജമാഅത്ത് നടപ്പാക്കിയിട്ടുണ്ടെന്നല്ലേ? ആ ഹദീസിൽ അങ്ങനെ ഇല്ല. ജമാഅത്ത് നടപ്പാക്കിയിട്ടുണ്ട്, 20 നടപ്പാക്കിയത് 2010 ഇല്ല. സ്വഹീഹ് ബുഖാരിയുടെ ഒരു ഹദീസിലും ഇല്ല. സ്വഹീഹ് ബുഖാരിയുടെ ഒരു ഹദീസിലും ഇല്ല 20 സ്കെച്ചുണ്ട്. 2010 ഇല്ല ഒരു ഹദീസിലും. സ്വഹീഹ് ബുഖാരി ഒരു പക്ഷെ അദ്ദേഹത്തിന് പറയാം ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല, കാരണം ചെറിയൊരു പഠിപ്പൊക്കെ വെച്ചാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഉമർ ഖത്താബ് റളിയല്ലാഹു ജമാഅത്ത് നടപ്പാക്കിയത് ബുഖാരിയിലുണ്ട്. ശരി, നമ്മുടെ ചോദ്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് റമളാനിൽ 11 പുറമെ തറാവീഹ് 20 സ്കെച്ചത് എവിടെയാണ്? ഉമർ ഖത്താബിന്റെ അപ്പുറത്തെ അസ്കാരം വെച്ചാണ് താല്പര്യം. അതൊക്കെ തീരുമാനിക്കാം. അസ്കാരം സ്കെച്ചത് എത്ര, നബിമാമ സ്കെച്ചത് എത്ര, എല്ലാവരും തീരുമാനിക്കാം. അല്ലാഹു റസൂൽ പറഞ്ഞ ആവശ്യമില്ലല്ലോ. അപ്പൊ റസൂൽ സ്കെച്ച് എത്ര ചോദിച്ചത്? അതിനൊരു മറുപടി ഇല്ല. അല്ലാഹുവിന്റെ റസൂല് 11 എന്ന മിത്രത്തിന് പുറമെ അല്ലാഹുവിന്റെ റസൂല് തറാവീഹ് സ്കെച്ച് സ്വഹീഹായിട്ടുണ്ടോന്ന് അതിന് മുമ്പിൽ പറഞ്ഞ എന്താണ്? 2-3 ദിവസം ജമാഅത്തായി നടന്നു എന്നുണ്ട്. അവിടെ എത്ര സ്കെച്ചത്? അതെന്തെങ്കിലും പറയാതിരുന്നത്? അതെന്തേ ഇല്ലാഞ്ഞിട്ടാണോ? അത് ഉണ്ടായിട്ട് നടക്കുന്ന പോലെ മലപ്പുറം വേണ്ടതാണോ? ഈ അതല്ല, റസൂലിന്റെ പോലെ ഉമർ ഖത്താബിന്റെ സംശയമൊന്നുമില്ല. ഉമർ ഖത്താബ് 20 സ്കെച്ച് കൽപ്പിച്ചു ബുഖാരിയിൽ ഇല്ല. 2010 ഇല്ല, ഒരു ഹദീസിലും ഇല്ല. ബുഖാരിയിൽ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ചർച്ച ചെയ്യാൻ നമുക്ക് ഒരു പ്രശ്നമില്ല. ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടോ? അവിടെ അവസ്ഥ എന്താണ്? അത് റസൂൽ തീരുമാനാക്കുക. ഇനി ആ വായിച്ച ഹദീസ് 2010 നമ്പറും ഹദീസും 2012 ഹദീസും അതാണല്ലോ അദ്ദേഹം വായിച്ചത്. അതേ ഹദീസ് തന്നെ അല്ലാഹു റസൂൽ 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു ഹദീസ്. ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ അതേ അസ്കലാനി എന്തൊരു ബേജാറുണ്ട്. മുമ്പിൽ ഷാഫിയാണോ നിങ്ങളുടെ ഷാഫിയുടെ നിങ്ങൾ ഷാഫിന്ന് പറഞ്ഞ് ഈ മാഫി പറയുമ്പോൾ പൂജ ചെയ്യും. അത് അപ്പൊ ഏതായിരുന്നാലും അതേ ഹദീസ് അല്ലാഹു റസൂൽ 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു എന്ന് പറയുന്ന അതേ ഹദീസ് വിശദീകരിച്ചിട്ട് ഉമർ ഖത്താബ് ജമാഅത്ത് നടപ്പാക്കി എന്ന് പറയുന്ന ഹദീസും ആ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം അസ്ഖാലി ഫത്വയിൽ തന്നെ തക്മീൽ എന്ന പേരിൽ ഇതിനൊരു ആകത്തുക പഠിപ്പിക്കുന്നുണ്ട്. ആ ചർച്ചയിൽ അദ്ദേഹം അവസാനം കൊണ്ടുവന്ന എല്ലാ അഭിപ്രായവും പറഞ്ഞു. 11 പറഞ്ഞു, 13 പറഞ്ഞു, 17 പറഞ്ഞു, 23 പറഞ്ഞു, 36 പറഞ്ഞു, 39 പറഞ്ഞു, 44 പറഞ്ഞു, 49 പറഞ്ഞു. അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞെന്താ? അപ്പൊ തീരെ മുമ്പത്തെ സ്കെച്ചുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു ഉമർ ഖത്താബിന്റെ കാലത്ത് 13 നിസ്കരിക്കലുണ്ട്. അത് അദ്ദേഹത്തിൽ തന്നെ വന്നു. സുബൈർ കൂട്ടി പറഞ്ഞതാണ്. അദ്ദേഹത്തിന് വ്യക്തമായി വന്നിട്ടുണ്ട്, വ്യാഖ്യാനത്തിലല്ല എന്ന് പറയുന്നു. തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടതിൽ ഏറ്റവും സ്ഥിരപ്പെട്ടത് ഇതാണ്. ഇത് യോജിക്കുന്നുണ്ട് ആയിഷ ബീവിന്റെ ഹദീസിനോട് യോജിക്കുന്നുണ്ട്. ആയിഷ ബീവിന്റെ ഹദീസിനോട് ഇത് യോജിക്കുന്നുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ രാത്രി നമസ്കാരത്തെ പറ്റി ആയിഷ ബീവി പറഞ്ഞ ഹദീസുണ്ടല്ലോ, അതിനോട് യോജിക്കുന്നുമുണ്ട്. അപ്പൊ മൊത്തത്തിൽ എന്ത് കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂല് 11 വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ സംശയം തോന്നിയപ്പോ ചോദിച്ചതാണ്. വ്യക്തിമാരാണ്, ആയിക്കോട്ടെ ശരി. ആ വ്യക്തിമാർ എന്താണുള്ളത്? റമദാനിന് പ്രത്യേകിച്ച് കൂട്ടിയിടണോ? സംശയം ഇല്ല, കൂട്ടിയിട്ടില്ല.